Good morning, ma'am. Morning. Sorry for the delay. Good morning, Morning, ma'am. ma'am. Morning. Morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning to all. Okay, we can start. Who's going to do prayer? Last. Yes. My God, I close my eyes and ask you to give me the light of knowledge and the wideness of my heart and good knowledge. Thank you. Okay, anything else? Like, what for the signing? Signing the clarification നിങ്ങളല്ലേ ചോദിച്ചത് നിങ്ങളുടെ ബാച്ചാണ് പറയൂ. Good morning, all. When you face difficult times, know that challenges are not sent to destroy you. They are sent to promote, increase, and strengthen you. Thank you. Okay, then anything else? Like meditation? Meditation lead ചെയ്യാൻ റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? Or any yoga or exercise? എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നത് നല്ലതാ. നമുക്ക് ടൈം കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിലെല്ലാം ചെയ്യാത്തത്. ആക്ച്വലി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ വാം അപ്പ് എക്സസൈസ് എല്ലാം ആയിട്ടാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ലീവ് ആവാൻ നേരത്ത് ഈ ബാച്ച് ഞാൻ ഗൗരിപ്രിയയുടെ മെസ്സേജ് ആണോ കണ്ടത്? ഞാൻ വായിക്കാമെന്ന് പറഞ്ഞിരുന്നു ആയിരുന്നോ? ആരുടെയോ മെസ്സേജ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ലീവ് ആവുന്ന ടൈമിൽ കണ്ടു. മീൻസ് ക്ലാസ് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ബാച്ചിലാണോ വേറെ ഏതിലെങ്കിലാണോ? അപ്പൊ എനിക്കെന്തോ ഇങ്ങനെ എന്തോ പേര് എന്റെ മനസ്സിൽ വന്നത്. ഓക്കെ, ഞാൻ ശ്രദ്ധിക്കാതെ പോയോ എന്ന് എനിക്കൊരു സംശയം. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട്. സോ നിങ്ങൾക്ക് എക്സാമിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അപർണ മിസ് ആരെങ്കിലും തന്നിരുന്നോ? ഇല്ല. തരൂട്ടോ ഉടനെ ബ്രേക്ക് ആവും. എന്താണ് മാം പറഞ്ഞിരുന്നു 100 ക്വസ്റ്റ്യൻ വരും, അല്ലാണ്ട് വേറെ ആരും അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നില്ല. ഡീറ്റെയിൽസ് ആകും. നമ്മൾ അതിനെ സബ്ജക്ട് വൈസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യാം. ഓരോ സബ്ജക്റ്റ് ആയിട്ട് എഴുതിയാൽ മതിയല്ലോ. അപ്പൊ കുറച്ച് പോർഷൻ ആയിട്ട് ഫുൾ മോഡ്യൂൾ ആവാതെ കാരണം 2 ബാച്ചും നല്ലപോലെ സ്ട്രഗിൾ ചെയ്തു ഫുൾ മോഡ്യൂൾ ആയിട്ട് സമയത്ത്. സോ അത് നമുക്ക് മനസ്സിലായി. നമ്മള് അത് സബ്ജക്ട് ആ ഒരു ഇതാക്കുമ്പോഴേക്കും എളുപ്പമായിരിക്കും. സോ ഇപ്പൊ ഡിവൈഡ് ചെയ്ത് കൊടുത്തതനുസരിച്ച് ഡിപ്ലോമക്കാർക്കും പി ജിക്കാർക്കും 6 സബ്ജക്ട്സ് ഇൻ കോമൺ, then 4 practicals. So altogether 1000 marks, 600 plus 400 for the practicals. Then PG karku 2 more subjects extra. So that module 4 and module 5 and 8 subjects. So 800 for theory papers and practicals രണ്ട് ഗ്രൂപ്പിനും ഒരേപോലെ തന്നെയാണ് 400 for that പ്രാക്ടിക്കൽസ്. അങ്ങനെ 1200 നിങ്ങളുടെ മാർക്ക്. അപ്പോ ഞാനൊരു നിങ്ങൾക്ക് ആ 10 ക്വസ്റ്റ്യൻസിന്റെ അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല അല്ലെ? തന്നിരുന്നോ? സ്കൂൾ ഓർഗനൈസേഷൻ, സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അത് പി ജിക്കാരെ കൊണ്ട് മാത്രം ചെയ്യിക്കേണ്ട ഒരു അസൈൻമെന്റ് ആണ്. ബട്ട് എനിക്ക് തോന്നി ഡിപ്ലോമക്കാരും അതൊന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് 2 പേരോടും ആ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞത്. ഓക്കെ, അതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് എന്തായാലും 2 മോഡ്യൂൾസ് ഇല്ല. 2 പേരും സബ്മിറ്റ് ചെയ്യണം. അല്ല, അതായത് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസിന്റെ ഒരു അസൈൻമെന്റ് തന്നിട്ടില്ലായിരുന്നോ? അല്ല, ക്വസ്റ്റ്യൻ പറഞ്ഞതായിട്ട് ഓർമ്മയില്ല കേട്ടോ എനിക്ക്. ഈ ക്ലാസ്സിൽ പറഞ്ഞതായിട്ട് ഓർമ്മയില്ല. പി ജിക്കാരുടെ ക്ലാസ്സിലായിരിക്കും ചിലപ്പോൾ ഞാൻ പറഞ്ഞത്. MT4 ഒരു അസൈൻമെന്റ് തന്നില്ല? കുഴപ്പമില്ല.
സർവേയുടെ ആണ്. ഓക്കെ, ഞാൻ Survey ആണ്. അസൈൻമെന്റ് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ട് ഈ വീക്കില് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഡേയില് അസൈൻമെന്റ് അത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. 10 questions ആണ്. ഈ 10 questionസും നിങ്ങൾ തന്നെ എഴുതണം. അപ്പൊ ഇത് ഞാൻ ചെയ്തത് ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട്, ഇത്രയുള്ള ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട്, ഇത്രയുള്ള നോട്ട്ബുക്ക് ഏകദേശം മനസ്സിലായില്ലേ, ചെറിയ കോളേജ് നോട്ട്ബുക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു മിനിമത്തിൽ വന്ന, അതായത് നമ്മുടെ ഇത്രയുള്ള സാധാരണ നോട്ട്ബുക്കിനേക്കാളും കുറച്ച് വലുത്, ഭയങ്കര ലോങ് കോളേജ് നോട്ട്ബുക്ക് അല്ല, ഇതിൽ ഫുൾ ആയിരുന്നു എന്റെ അസൈൻമെന്റ് കേട്ടോ. എനിക്ക് ശരിക്കും 10നേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് 10 questions ആയിട്ട് അസൈൻമെന്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഒരു നോട്ട്ബുക്കിൽ ആ ഒരു അസൈൻമെന്റ് തന്നെ ആയിട്ട് എഴുതി പേര് എഴുതിയിട്ട് ആ ഒരു നോട്ട്ബുക്കിൽ സബ്മിറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. Questions. നമുക്ക് ഷെയർ ചെയ്യും, വരും. ടെൻ ക്വസ്റ്റ്യൻസ് ആണ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 10 marks. അങ്ങനെ ടോട്ടൽ 100 മാർക്കിന്റെ ഒരു അസൈൻമെന്റ് ആണ്. നമ്മുടെ കോഴ്സിലെ ഒരു വലിയ അസൈൻമെന്റ് എന്ന് തന്നെ പറയാം. ഓക്കെ, ഇതില് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. റീഡ് മിനിമം 3 books റിലേറ്റിംഗ് വിത്ത് സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് റൈറ്റ് യുവർ റിവ്യൂസ് അബൌട്ട് ദോസ് ബുക്സ്. ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് പാർട്ട് 4 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, പാർട്ട് 4 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അസൈൻമെന്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം പാർട്ട് 4 കഴിഞ്ഞിട്ട് എഴുതിയാൽ മതിയെങ്കിൽ അങ്ങനെ. ഓക്കെ, അങ്ങനെ ആയാലും പ്രോബ്ലം ഇല്ല. ഓക്കെ, എന്റെ അസൈൻമെന്റ് ഡീറ്റെയിൽസ് ഇത് ഇന്നോ അടുത്ത ദിവസമായിട്ടോ ക്ലാസ് റൂമിൽ വരും. ഇപ്പൊ ഡീറ്റെയിൽസ് ഇതാണ്. ബുക്ക് റീഡിംഗ് ആൻഡ് റിവ്യൂ റൈറ്റിംഗ് ആണ് ആദ്യത്തത്. ഇത് നമ്മൾ ബുക്ക് വാങ്ങിക്കുകയോ ഒന്നും വേണ്ട. ലൈക്ക് ഔട്ട്സൈഡിൽ നിന്ന് ബുക്കൊന്നും വായിച്ച് റിവ്യൂ ചെയ്യേണ്ട. ജസ്റ്റ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചില ബുക്കിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ അതിന്റെ റിവ്യൂ അല്ലെങ്കിൽ ഒരു ബ്രീഫ് നമുക്ക് ഫ്രീ ആയിട്ട് ഗൂഗിളിൽ നിന്ന് വായിക്കാനായിട്ട് കിട്ടും. മനസ്സിലായോ? നമ്മളൊരു ബുക്സ് ഓൺ സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നോ അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് എന്നോ കൊടുക്കുമ്പോൾ നമുക്ക് കുറെ ബുക്കിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബുക്കിന്റെ ആളുകൾ പറഞ്ഞ റിവ്യൂ അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്രീഫ്, എന്താണ് അതിന്റെ കണ്ടന്റ് എന്നുള്ള രീതിയിൽ ഉണ്ടാവും. ചില ബുക്കുകൾ ഫ്രീ ആയിട്ട് വായിക്കാനും ഉണ്ടാവും. അപ്പൊ അത് വായിച്ചിട്ട് ഒരു റിവ്യൂ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ മൂന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ എഴുതിയ റിവ്യൂല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം എത്ര വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബുക്കിന്റെ ഫസ്റ്റ് പേജും സെക്കൻഡ് പേജിന്റെ ഒരു ഹാഫ് ഇല്ല, എന്നാലും ഓൾമോസ്റ്റ് ഒരു ഹാഫിനടുത്ത് വരെ. ഓരോരുത്തരുടെ ഹാൻഡ് റൈറ്റിംഗ് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. പക്ഷെ ഒരു ബുക്കിന്റെ റിവ്യൂ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്ത് എഴുതണം. ആ ബുക്കിന്റെ ഓതറിന്റെ പേര് ആദ്യം നമ്മൾ എഴുതി ആ ബുക്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ കളക്ട് ചെയ്ത ബുക്കിന്റെ ഞാൻ ഇതുപോലെ തന്നെയാ കേട്ടോ, ബുക്ക് വാങ്ങിച്ചതല്ല. അതിൽ നിന്ന് നോക്കി അതിന്റെ ബ്രീഫിങ്ങും പല ആളുകൾ പറഞ്ഞ റിവ്യൂവും വായിച്ചിട്ടാണ് അതിന്റെ കണ്ടന്റ് എഴുതി ഉണ്ടാക്കിയത്. സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ബുക്കായിരുന്നു ഞാൻ ഫസ്റ്റ് നോക്കിയത്. അതിന്റെ ഓതർ കുൽബീർ സിംഗ് സിദ്ധു. സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഓതർ കുൽബീർ സിംഗ് സിദ്ധു. ഞാൻ ചാറ്റ് ബോക്സിൽ ഇടുന്നു. ഞാൻ എനിക്ക് കിട്ടിയത് ഇപ്പൊ അതൊരു 7 years ബാക്ക് അല്ലേ. അപ്പോ ഇപ്പൊ വേറെ ബുക്കുകളൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പോ എളുപ്പമായിരിക്കും, കൂടുതൽ ബുക്സ് കാണാനായിട്ട് പറ്റും. ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ബുക്സ് ആണോ നമ്മൾ വായിച്ച് എഴുതേണ്ടത്? അതെ, സ്കൂൾ ഓർഗനൈസേഷൻ
ആൻഡ് സ്കൂൾ മാനേജ്മെന്റ്. നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കുമ്പോൾ അതിന്റെ ബുക്ക് കിട്ടും. എനിക്ക് ഫസ്റ്റ് കിട്ടിയ ബുക്കിന്റെ പേര് സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നായിരുന്നു. സ്കൂളിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള വർക്കുകളും ഡോക്യുമെന്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ഒക്കെ എങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയുന്ന ബുക്കുകളാണ് പലതും. അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. എങ്ങനെയാണ് സ്കൂളിന്റെ വർക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മളൊരു സ്കൂൾ തുടങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ റെഫർ ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു അസൈൻമെന്റ് തരുന്നത്. ഇതിന്റെ ഓതർ നിങ്ങള് ചിലപ്പം ചാറ്റിലുള്ള മെസ്സേജ് റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് കിട്ടില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഈ ഡീറ്റെയിൽസ്, അതായത് ഈ ബുക്കിന്റെ പേരും ഓതറിന്റെ പേരും നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്തു. സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഓതറിന്റെ പേര് കുൽബീർ സിംഗ് സിദ്ധു. അപ്പൊ ഞാൻ ഫസ്റ്റ് പാരഗ്രാഫായിട്ട് എഴുതിയത് എന്താണ് ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഒറ്റ സെന്റൻസിൽ എഴുതിയിരിക്കുന്നത്. ദിസ് ബുക്ക് ഗീവ്സ് എ വെരി കോംപ്രിഹെൻസീവ് ഐഡിയ അബൌട്ട് ദി സ്കൂൾ ഓർഗനൈസേഷൻ, സെറ്റപ്പ് ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റംസ്. നമുക്ക് ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവും ആ ബുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫായിട്ട് ബുക്കിൽ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത്, ഓതർ എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇൻ ദിസ് ബുക്ക് ദ ഓതർ ഗീവ്സ് മോർ ഇമ്പോർട്ടൻറ്റ് ടു ദ റൈറ്റ്സ് ഓഫ് ദ ചിൽഡ്രൻ. കുട്ടികളുടെ അവകാശങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഈ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പോയിന്റ്സ് ഒക്കെ ഈ ഗൂഗിൾ സെർച്ച് ചെയ്ത് വായിക്കുമ്പോൾ അതിനകത്ത് ബ്രീഫിംഗിൽ നിന്നും മനസ്സിലാകും. അപ്പൊ ഇതൊക്കെ നല്ലൊരു പോയിന്റ് ആണല്ലോ. കുട്ടികളുടെ റൈറ്റ്സിന് വേണ്ടി പറയുന്നൊരു ബുക്കാണ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം, അവിടെ നല്ലൊരു ലൈബ്രറി ഉണ്ടാവണം, ഫിസിക്കൽ എഡ്യൂക്കേഷന് വേണ്ടുന്ന ഫെസിലിറ്റി ഉണ്ടാവണം, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കുൽബീർ സിംഗ് സിദ്ധു അദ്ദേഹത്തിന്റെ ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് പണിഷ്മെന്റും റിവാർഡ്സും ഷുഡ് ബി ഗിവൺ അറ്റ് ദ പ്രോപ്പർ ടൈംസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇൻ ദിസ് ദ സ്കൂൾ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പ്രസന്റ്, സ്കൂളിന്റെ ബാക്ക്ഗ്രൗണ്ട്, സ്കൂളിന്റെ പൊസിഷൻ, ബിൽഡിംഗ്, എക്യുപ്മെന്റ്സ്, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കൂൾ ആദ്യമായിട്ട് തുടങ്ങാൻ പോകുന്നവർക്ക് ഈ ബുക്ക് വായിക്കുമ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. പിന്നെ ടീച്ചേഴ്സിന്റെയും അതുപോലെ തന്നെ അവിടുത്തെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ക്വാളിറ്റീസ് അതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഈ ബുക്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. ലാസ്റ്റ് നമ്മളൊരു കൺക്ലൂഷൻ പോലെ എന്തെഴുതുമ്പോഴും നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുമല്ലോ. സോ ഓവറോൾ ഇറ്റ് ഈസ് എ ഗുഡ് ബുക്ക് ഫോർ ദോസ് ഹു വിഷ് ടു സ്റ്റാർട്ട് എ സ്കൂൾ ആൻഡ് ഫോർ ദോസ് ഹു ആർ വർക്കിംഗ് വിത്ത് എനി സ്കൂൾ. ഏതെങ്കിലും സ്കൂളിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും പുതുതായി ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്കാണെങ്കിലും ഇത് നല്ലൊരു റെഫറൻസ് ആണ് ഈ ബുക്ക്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എഴുതേണ്ട രീതി മനസ്സിലായല്ലോ. ഫസ്റ്റ് ആ ബുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് എഴുതണം. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ആ ബുക്കിന്റെ കണ്ടന്റ്സിലെ മെയിൻ പോയിന്റ്സ് എഴുതണം. അത് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ ബ്രീഫിംഗിൽ നിന്ന് മനസ്സിലാവും. സെക്കൻഡ് ബുക്കായിട്ട് എനിക്ക് കിട്ടിയത് ഒന്നും ഞാൻ റീഡ് ചെയ്തില്ല, ജസ്റ്റ് അതിൽ നോക്കി ബ്രീഫിംഗ് മനസ്സിലാക്കി ബുക്കിന്റെ കണ്ടന്റ് എന്താന്ന് മനസ്സിലാക്കുമായിരുന്നു കേട്ടോ. സെക്കൻഡ് വണ്ണിന്റെ പേര് സ്കൂൾ മാനേജ്മെന്റ്. ഇത് 2 പേര് ചേർന്നാണ് എഴുതിയിരിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ് ഇസ് കപ്പിൾസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് തോന്നുന്നു. എം ഡാഷ് ആൻഡ് നീന ഡാഷ്, അതാണ് ഇത് ഓതേഴ്സിന്റെ പേര്. സ്പെല്ലിംഗ് പ്രൊനൗൺസിയേഷൻ പേരായതുകൊണ്ട് അങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ. സ്കൂൾ മാനേജ്മെന്റ് സെക്കൻഡ് ബുക്കിന്റെ പേര്. അതിന്റെ ഓതേഴ്സ് ആണ് 2 പേരാണ്. എം ഡാഷ് ആൻഡ് നീന ഡാഷ്. സ്കൂൾ മാനേജ്മെന്റ് ബുക്കിന്റെ പേര്, ഓതറിന്റെ പേര് അത്. അപ്പൊ നമുക്ക് വേണ്ടുന്ന അതാണ് ബുക്കിന്റെ ടൈറ്റിൽ, അതിന്റെ ഓതേഴ്സ് ആരൊക്കെയാണെന്ന്.
ഈ ബുക്കില് ഈ രണ്ട് ഓതേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് എന്തിനെ പറ്റി. ദ മാനേജ്മെന്റ് ഓഫ് ദ സ്കൂൾ, ഒരു സ്കൂളിലെ മാനേജ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് നല്ല പോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഈ ബുക്കില്. പിന്നെ ഹെഡ് മാസ്റ്ററിന്റെ ഇമ്പോർട്ടൻസ്, ടീച്ചേഴ്സിന്റെ റോള്, പിന്നെ ടൈം ടേബിളിനെ കുറിച്ച്, റിപ്പോർട്ട് കാർഡ്, പ്രോഗ്രസ് കാർഡ്, റിപ്പോർട്ട് കാർഡ്, അറ്റൻഡൻസ് രജിസ്റ്റർ, ടീച്ചർമാരുടെയും സ്റ്റുഡൻസിന്റെയും അറ്റൻഡൻസ് രജിസ്റ്റർ, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമായിരിക്കും. പിന്നെ BEd സ്റ്റുഡൻസിന്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലെ BEd സ്റ്റുഡൻസിന് ഈ ബുക്ക് വളരെ യൂസ്ഫുൾ ആണ്. മേ ബി അവരുടെ സിലബസിൽ ഈ ബുക്ക് റെഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെഫറൻസുകൾ കുറവാണ്. നമുക്ക് ആകെയും അറിയാം മോണ്ടിസോറിന്റെ കുറെ വർക്കുകൾ ഉണ്ട്, അവർ കുറെ ബുക്ക് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു റെഫറൻസ് ആയിട്ട് നമുക്ക് പറയുന്നത്. പക്ഷെ നമ്മൾ ഇതെല്ലാം കണ്ടെത്തുവാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓട്ടോ എഡ്യൂക്കേഷൻ, സെൽഫ് ലേണിംഗ് ആയതുകൊണ്ട് എല്ലാം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒളിഞ്ഞിരിക്കുന്ന പൊട്ടൻഷ്യൽ മുഴുവനും പുറത്തേക്ക് വരിക. ഒരാളിങ്ങനെ പകർന്നു തന്നുകൊണ്ടിരിക്കുന്നതിനേക്കാളും എപ്പോഴും നമ്മൾ തന്നെ ആവുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കൂടും. സത്യം പറഞ്ഞു കഴിഞ്ഞാല് സ്കൂൾ തുടങ്ങണോ, ഒരു പ്രശ്നമില്ല. ഒരു 20 പേരെ ക്ലാസ് എടുക്കണോ, നോ പ്രോബ്ലം. നമ്മളുടെ വീട്ടിലെ കാര്യം മാനേജ് ചെയ്യണം, നോ പ്രോബ്ലം. ഈ ഒരു സെൽഫ് ലേണിംഗ് അല്ലെങ്കിൽ ഓട്ടോ എഡ്യൂക്കേഷന്റെ ഒരു കീ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമുക്കൊരു പബ്ലിക്കിനെ അഡ്രസ് ചെയ്യണോ, നമുക്കൊരു പ്രശ്നം അവിടെ വരില്ല. നമുക്ക് അങ്ങനെ ഒരു ഷൈനസോ ഒന്നും വരില്ല അങ്ങനത്തെ ഒരു. അപ്പൊ ഇത് അങ്ങനെ അവർക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാനേജ്മെന്റ് അപ്രോച്ചസും ഡിസിഷൻ മേക്കിംഗ് ഒക്കെയാണ് ഈ ബുക്കിൽ. ഇത് ഞാൻ ഒറ്റ പേജിൽ എന്റെ തീർന്നു കേട്ടോ. എനിക്ക് കാര്യമായ ഡീറ്റെയിൽസ് ഗൂഗിളിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടായിരിക്കും ഒറ്റ പേജിൽ തീർന്നു. അത്രയും മതി. നമുക്ക് എന്താണ് ആ ബുക്ക്, ആരാണ് എഴുതിയത്, ആ ബുക്കിന്റെ കണ്ടന്റ് എന്താണ്, ആ ബുക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് മതിയാകും. പിന്നെ അതുപോലെ തന്നെ ഈ ബുക്കില് ഇന്ത്യയിലുള്ള പല സ്കൂൾസിനെ കുറിച്ചും അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലെ പല രീതികളെ കുറിച്ചും ഈ ബുക്കിൽ നല്ലതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ തേർഡ് ബുക്ക് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്. ഇതിനേക്കാൾ കൂടുതൽ കിട്ടാട്ടോ. ഞാൻ ഇനി അഥവാ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വിഷമമായെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എനിക്ക് കിട്ടിയത് ഞാൻ എഴുതി തരുന്നത്. ഓതർ SK കൊച്ചാർ ആണ് ഓതർ. ആളുടെ പേരായതുകൊണ്ട് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ പ്രൊനൗൺസിയേഷൻ. എനിക്ക് എന്തോ എന്റെ നാവിനെന്തോ പറ്റിയോ, ഞാൻ പറയുന്നൊന്നും ശരിയാണില്ല. SK കൊച്ചാർ എന്നായിരിക്കാം അതിന്റെ പ്രൊനൗൺസിയേഷൻ. അതും എനിക്ക് ഒറ്റ പേജിൽ നിന്നു കേട്ടോ. ഫസ്റ്റ് ബുക്ക് മാത്രമാണ് ഒരു സെക്കൻഡ് പേജിലേക്കും കൂടെ വന്നത്. 3 പാരഗ്രാഫ്. എഡ്യൂക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആർക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് ഈ SK കൊച്ചാറിന്റെ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്. ഇതിൽ നല്ല അഡ്മിനിസ്ട്രേഷൻ, എഡ്യൂക്കേഷൻ മാനേജ്മെന്റും സ്കൂൾ അഡ്മിനിസ്ട്രേഷനും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. PG ക്ലാസ്സിലുള്ളവർക്ക് അറിയാം, അവർക്ക് എക്സ്ട്രാ പഠിക്കുന്ന 2 മോഡ്യൂൾസ് ആണ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റും അത് കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള കണക്ഷനും എല്ലാമാണ് എക്സ്ട്രാ അവർ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നി ഈ ഒരു എന്താ പറയാ അസൈൻമെന്റ് നിങ്ങൾ 2 പേരും എഴുതുവാണെങ്കിൽ ഡിപ്ലോമക്കാർക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. സോ ഈവൻ ദോ എവറി വൺ ഈസ് ഗോയിങ് ടു ഡു വർക്ക് ഇൻ സ്കൂൾ ഓർ ഗോയിങ് ടു സ്റ്റാർട്ട് സ്കൂൾ, സോ ഈ ഒരു അസൈൻമെന്റ് ഹെൽപ്പ് ചെയ്യും. ഈവൻ ദോ ആ 2 മോഡ്യൂള് ഡിപ്ലോമ സ്റ്റുഡൻസിന് ഇല്ലെങ്കിൽ പോലും. പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പല ചേഞ്ചസ് ഉണ്ടല്ലോ, അതിനെ കുറിച്ചെല്ലാം ഇതിൽ നല്ലപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സെയിം മറ്റ് 2 ബുക്കുകൾ പോലെ തന്നെ കുട്ടികൾ, അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ്, ടീച്ചർ, ഹെഡ് മാസ്റ്റർ, ഇവരൊക്കെയാണല്ലോ ഒരു കീ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഈവൻ ദോ നോൺ ടീച്ചിങ് സ്റ്റാഫും ഉണ്ട്, പാരന്റ്സ് എല്ലാവരും ഉണ്ടല്ലേ. ഒരു സ്കൂളിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇവരാണ്. അപ്പൊ ഈ സ്കൂളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകളെല്ലാമാണ്. അപ്പൊ ഇതിനെപ്പറ്റി എല്ലാം വളരെ ഡിഫൈൻഡ്, അവരുടെ എല്ലാം റോൾസ് എന്താണെന്നുള്ളത് ഇതിനകത്ത് നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അബൌട്ട് ലൈബ്രറി, ഓഫീസ്, അതർ ഫെസിലിറ്റീസ് ഇല്ലേ, അതിനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊരു നല്ലൊരു ഗൈഡാണ്. ഒരു പുതുതായിട്ടൊരു സ്കൂള് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു റെഫറൻസും ഗൈഡുമാണ്.
ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങളായിരുന്നു. പിന്നെ ഇതിനകത്ത് പറയുന്നത് ഹെൽത്ത് ഈസ് വെൽത്ത് എന്നുള്ളൊരു കാര്യം കൂടി ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. കാരണം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഏതൊരു സ്കൂളിന്റെയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. കുട്ടികൾക്ക് അത് പ്രൊവൈഡ് ചെയ്യണം. അവർ ഇതിനകത്ത് കൂടുതലായിട്ട് പറയുന്നത് യോഗ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സെക്കൻഡ് വൺ എന്താ? അപ്പം ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാ എഴുതേണ്ടത് മനസ്സിലായില്ലേ? സിമ്പിൾ ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി കേട്ടോ. ഭയങ്കര വലിയ നമുക്ക് പുതിയ പുതിയ വാക്കുകൾ പഠിക്കണം, മനസ്സിലാക്കണം, അതിന്റെ പ്രൊനൗൺസിയേഷൻ മനസ്സിലാവണം, അതിന്റെ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിലെ മീനിങ്, അതെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മളൊരു കാര്യം എഴുതുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ ഇംഗ്ലീഷിൽ നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഇനി അതല്ല എനിക്ക് നല്ലൊരു വേർഡ് അതിന് പകരം യൂസ് ചെയ്യണം, ഇപ്പൊ ഗുഡ് അതിന് പകരം ഫെയർ ഉപയോഗിക്കാനാണ് എനിക്ക് ഇഷ്ടം, വെൽന്ന് യൂസ് ചെയ്യാനാണ് ഇഷ്ടം, യു ക്യാൻ യൂസ്. അത് ആ കോണ്ടെക്സ്റ്റിൽ ചേരുവാണെങ്കിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലാംഗ്വേജും വൊക്കാബുലറി ഒക്കെ കൂടുതൽ മനോഹരമാക്കാം, അതൊന്നും കുഴപ്പമില്ല. ബട്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകണം, നമുക്ക് വേറൊരാൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ തോന്നരുത്. ഓക്കെ, പിന്നെ മിസ്റ്റർ എഴുതിയ ബുക്കിന്റെ പേരാണ് ഇപ്പൊ പറഞ്ഞത്, അപ്പൊ അതന്നെ ഞങ്ങൾക്കും എഴുതാമോ? തീർച്ചയായിട്ടും എഴുതാം, അതൊന്നുമില്ല. പക്ഷെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ വേറെയും ബുക്ക് കാണുവാണെങ്കിൽ ഒന്ന് നോക്കൂ. കാരണം 7 years മുമ്പാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പൊ പുതിയ പുതിയ ബുക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ, കാരണം എഡ്യൂക്കേഷൻ സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുകയല്ലേ, പുതിയ ബുക്കുകളിൽ കൂടുതൽ നല്ല ഡീറ്റെയിൽസ് ഉണ്ടോ എന്നൊക്കെ നോക്കാലോ. ടൈമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് നോക്കൂ. പിന്നെ 10 ക്വസ്റ്റ്യൻ ഉണ്ട്, കുറെ അധികം എഴുതാനുള്ളത് കൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പെന്നൊരു ഇത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ അതിനൊരു ടൈം നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഒരു ഒത്തിരി അങ്ങ് പോവരുത്, കാരണം നമുക്ക് ഇനിയും കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് ഒരു ബണ്ടിലായി പോവരുത്. അതുകൊണ്ട് ഒന്ന് തീരുമ്പോൾ തന്നെ അടുത്ത ചെയ്യാനുള്ള ഒരു റിലാക്സേഷൻ ടൈമും കൂടെ ഉണ്ടാവുന്ന രീതിയിൽ തന്നെ എല്ലാം പ്ലാൻ ചെയ്യാട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, റെക്കോർഡ് ക്ലാസ് കാണുന്നവരായിരിക്കാം കുറെ പേര്, അവർക്ക് പല ബുദ്ധിമുട്ടുകൾ കൊണ്ട് ലൈവ് സെഷനിൽ വരാൻ പറ്റുന്നുണ്ടാവില്ല. അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ആരും ആരെയും യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ ആവരുത്. നമ്മൾ ആരെയും പറ്റിക്കരുത്, നമ്മൾ ആരെയും പറ്റിക്കരുത്, നമ്മളെ ആരും പറ്റിക്കരുത്, നമ്മൾ പറ്റിക്കപ്പെടരുത്. മനസ്സിലായില്ലേ? സോ അതുപോലെ ചെയ്യാം. എല്ലാരും അങ്ങനെ അല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ തന്നെ ചെയ്യണം. ഒരു സപ്പോർട്ട്, ഒരു ഗൈഡൻസ് വേണമെന്നുള്ളപ്പോ നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കണം, നമുക്ക് മറ്റുള്ളവരിലേക്ക് എടുത്തു എന്ന് വെച്ചാൽ അത് ഒന്നും തെറ്റൊന്നുമില്ല, അത് വളരെ ഫെയർ ആയിട്ടുള്ള രീതി തന്നെയാണ്. ബട്ട് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ലൈഫിൽ ഒരിക്കലും ഡോണ്ട് ബി യൂട്ടിലൈസ്ഡ്. നമ്മൾ യൂസ്ഫുൾ ആകണം, ബട്ട് നമ്മൾ ദുരുപയോഗപ്പെടരുത്, ആ ഒരു രീതിയിലേക്ക് പോകരുത്. ഓക്കെ, സോ അപ്പൊ ബുക്കിന്റെ കാര്യം കഴിഞ്ഞു. സെക്കൻഡ് വൺ, അതിന്റെ മോഡൽ ഞാൻ ക്ലാസ് റൂമിൽ ഇട്ട് തരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കാണും. മേക്ക് മോഡൽസ് ഓഫ് ഓൾ ടൈം ടേബിൾസ്. ഓൾ ടൈം ടേബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻസിന് ഒരു ടൈം ടേബിൾ ഉണ്ടാവും അല്ലെ? അവരുടെ സബ്ജക്ട്, ആ ഒരു സബ്ജക്റ്റ് അവർക്ക് എടുക്കാൻ വരുന്ന ടീച്ചറുടെ പേരും ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഉണ്ടാകുമായിരിക്കും ടൈം ടേബിൾ എന്നായിരിക്കില്ല, വരുന്ന ടീച്ചറുടെ ഡീറ്റെയിൽസ് ചിലപ്പോൾ കാണും. ആക്ച്വലി ഇന്ന് ഞാനല്ലായിരുന്നു വരേണ്ടിയിരുന്നത്, അശ്വതി മിസ് ആയിരുന്നു. പക്ഷെ ലാസ്റ്റ് ഫ്രൈഡേ ടീച്ചർ എടുത്തോണ്ട് അതിന് പകരം ഇന്ന് ഞാൻ വന്നു. ഓക്കെ, അങ്ങനെ സ്റ്റുഡൻസിന് ഒരു ടൈം ടേബിൾ ഉണ്ടാവും അല്ലെ? അപ്പൊ സ്റ്റുഡൻസ്, ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് സ്റ്റുഡൻസിന്റെ ടൈം ടേബിൾ ആയിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് KG സെഷനിലെ കുട്ടികളുടെ ടൈം ടേബിളാണ്. മനസ്സിലായോ? മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 3 periods ബ്രേക്ക്, റിസസ്, അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും 3 periods, അങ്ങനെ 6 period ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. കൊടുത്തിരിക്കുന്ന സബ്ജക്ട്സ് മാത്സ്, മലയാളം, ഹിന്ദി, GK, IT, സ്റ്റോറി, ഡാൻസ് ഓർ മ്യൂസിക്, പ്ലേ, കളറിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കർസീവ് റൈറ്റിംഗ്, അങ്ങനെയൊക്കെയാണ്. എന്നുവെച്ചാൽ ആ ഒരു സമയത്ത് എനിക്ക് എന്റെ മക്കളുടെ ടൈം ടേബിൾ റെഫർ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. സോ അങ്ങനെ എഴുതി. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. വട്ട് എവർ ഇറ്റ് ബി, എന്റെ കയ്യിലുള്ള ടൈം ടേബിൾസ്, ആ 3 ടൈം ടേബിളിന്റെ മോഡൽ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. കാരണം അതൊരു റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. കാരണം കുറെ പേർക്ക് പ്രീവിയസ് ബാച്ച് ഭയങ്കര ഡൗട്ട് ആയിരുന്നു, ടൈം ടേബിൾ എങ്ങനെ ചെയ്യും. കാരണം ഇവരത് ആ സമയത്ത് ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ ആ സ്കൂളിലെ ടൈം ടേബിൾ ഒക്കെ നോക്കി അവർക്ക് കൺഫ്യൂഷനായി, അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി
ഇത് സ്റ്റുഡൻസിന്റെ ടൈം ടേബിളിലാണ് നമ്മൾ സബ്ജക്ട് അല്ലെ. കുട്ടികൾക്ക് സബ്ജക്ട് അറിയണം. അവിടെ ഇപ്പൊ ടീച്ചറുടെ പേര് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് സബ്ജക്റ്റിന്റെ കൂടെ ഞങ്ങളുടെ ടീച്ചറുടെ പേര് കൂടെ ഉണ്ടായിരുന്നു. ടീച്ചറുടെ പേര് എന്ന് വെച്ചാൽ ഷോർട്ട് ഫോമില് ഗിരീഷ് കുമാർ ടി എന്നുള്ള ഒരു സാർ ഉണ്ടായിരുന്നു ഇലക്ട്രിക്കൽ ഗ്രാഫിക്സ് എടുക്കാനായിട്ട്. അപ്പൊ GKT എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ കൊടുക്കുമായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാട്ടോ ടീച്ചറിന്റെ പേരൊക്കെ കൊടുക്കണമെങ്കിൽ. ഇനി പേര് അനോണമസ് ആയിട്ട് വെക്കണമെങ്കിൽ T1 T2 ഒക്കെ ടീച്ചർക്ക് ഒരു കോഡും കൊടുക്കുക. അങ്ങനെ അപ് ടു യു, നോ പ്രോബ്ലം. ഞാൻ എഴുതിയ ടൈം ടേബിളിൽ ഞാൻ കുട്ടികളുടെ ടൈം ടേബിളിൽ ടീച്ചറുടെ പേര് എഴുതിയിട്ടില്ല, സബ്ജക്ട് എഴുതിയിട്ടുണ്ട്. ടീച്ചർമാര് മാറി മാറി പോവാലോ, അതുകൊണ്ട് സബ്ജക്ട് എഴുതിയിട്ടുണ്ട്. 6 പീരീഡ് ആണ്. മോർണിംഗ് 3, ഉച്ചകഴിഞ്ഞ് 6. അത് ഞാൻ ഷെയർ ചെയ്യാം, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പിന്നെ ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ ഏത് ക്ലാസ്സിലേക്കാണ് അവർ പോകുന്നത് എന്നുള്ളതാണ്. അവിടെ ഞാൻ സബ്ജക്ട് എഴുതിയില്ല. ഇപ്പോ 6 പീരീഡ് തന്നെ ടീച്ചേഴ്സ് ടൈം ടേബിളിൽ ഞാൻ UKG LKG 2 സെഷൻസ് ആ ഒരു രീതിയിൽ ടീച്ചർമാർക്ക് ഞാൻ അങ്ങനെ ടൈം ടേബിൾ കൊടുത്തു. UKG 1 അങ്ങനെ ആ ഒരു രീതിയിൽ. ഇപ്പൊ ഒരു ടീച്ചറുടെ ടൈം ടേബിൾ ആണെങ്കിൽ ആ ടീച്ചർ ഫസ്റ്റ് പീരീഡ് LKG 1 പോകുന്നു, സെക്കൻഡ് പീരീഡ് LKG 2 പോകുന്നു, തേർഡ് പീരീഡ് ഒരു ടീച്ചർ കാട്ടോ. ഇപ്പൊ ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ എനിക്ക് അതിനകത്ത് എല്ലാ ടീച്ചർമാരെ ഞാനാണ് ആ ടീച്ചർ എന്ന് വിചാരിച്ചു ഞാൻ പോകുന്ന എന്റെ ടൈം ടേബിൾ ഞാൻ എഴുതിയേക്കുക. മൺഡേ ഫസ്റ്റ് പീരീഡ് LKG 1, 2 ഡിവിഷൻ ഉണ്ടെങ്കിൽ സെക്കൻഡ് പീരീഡ് LKG 2, തേർഡ് പീരീഡ് UKG 1 പോകുന്നു. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക്, ഫോർത്ത് പീരീഡ് UKG 2 പോകുന്നു, ഫിഫ്ത് പീരീഡ് എനിക്ക് ഫ്രീ, സിക്സ്ത് പീരീഡ് LKG 1 പോകുന്നു. അപ്പൊ ആ ഹോൾ ഡേ എനിക്ക് ഒരു ദിവസം ഒരു അവറാണ് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്നത്. ട്യൂസ്ഡേയും ഞാൻ ഒരു അവർ ഫ്രീ ആക്കിയിട്ട് ബാക്കി ഇങ്ങനെ ക്ലാസ്സസ് ഷഫിൾ ചെയ്തു. LKG 1, LKG 2, UKG 1, UKG 2 അങ്ങനെ എഴുതി. നെക്സ്റ്റ് വെനസ്ഡേ അങ്ങനെ എല്ലാ ദിവസവും ഒരു പീരീഡ് ബ്രേക്ക് പോലെ വെച്ചിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പ്രിൻസിപ്പൽസ് ടൈം ടേബിൾ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത്. പ്രിൻസിപ്പൽ ടൈം ടേബിൾ അത് തലകുത്തി ഇരുന്നിട്ടാണ് എനിക്കത് ശരിയാക്കി കിട്ടിയത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നറിയില്ല. അതായത് പ്രിൻസിപ്പലിനെ നോക്കാൻ പറ്റുന്ന ഒരു ടൈം ടേബിൾ, അതായത് KG മാത്രം ഉള്ളതാട്ടോ എഴുതിയേക്കുന്നത്. LKG UKG മാത്രം. പ്രിൻസിപ്പളിനെ നോക്കുമ്പോൾ ഓരോ ക്ലാസ്സിലും ഏത് ടീച്ചറാണെന്ന് മനസ്സിലാകുന്നതായിരിക്കണം പ്രിൻസിപ്പളിന്റെ ടൈം ടേബിൾ. ശരിയല്ലേ? കുട്ടികളുടെ ടൈം ടേബിൾ എന്താ? ഓരോ പീരീഡും ഏത് സബ്ജക്റ്റ് ആണെന്നുള്ളത്. ടീച്ചറുടെ ടൈം ടേബിൾ എന്താ? ഓരോ പീരീഡും ഏത് ക്ലാസ്സിലാണെന്നുള്ളത്. പ്രിൻസിപ്പലിന്റെ ടൈം ടേബിൾ എന്തായിരിക്കും? ഓരോ പീരീഡിലും ഏത് ക്ലാസ്സിൽ ഏത് ടീച്ചർ എന്നുള്ളത്. ക്ലിയർ ആയോ? കുട്ടികളുടെ ടൈം ടേബിൾ ഓരോ പീരീഡിലും ഏത് സബ്ജക്ട്, ടീച്ചറുടെ ടൈം ടേബിളിൽ ഓരോ പീരീഡും ഏത് ക്ലാസ്സിൽ, പ്രിൻസിപ്പലിന്റെ ടൈം ടേബിളിൽ ഓരോ പീരീഡിലും ഏത് ക്ലാസ്സിൽ ഏത് ടീച്ചർ. 2 കാര്യങ്ങൾ. ഒരു ഡൗട്ട്. അപ്പോ ഒരു സ്കൂളില് ഇപ്പോ LKG ഒരു 3 ഡിവിഷൻ ഉണ്ട്, UKG ഒരു 3 ഡിവിഷൻ ഉണ്ട്. അപ്പോ ഈ ഫസ്റ്റ് പീരീഡിൽ തന്നെ ഈ 6 ക്ലാസ്സിലും ഓരോ ടീച്ചേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇത് ഒറ്റൊരു ടൈം ടേബിളില് എങ്ങനെയാ മീൻസ് പ്രിൻസിപ്പളിന്റെ ടൈം ടേബിൾ അത് എങ്ങനെ മെൻഷൻ ചെയ്യുക? ഇപ്പൊ ഫസ്റ്റ് പീരീഡ് എന്ന് പറയുമ്പോ LKG A ഇന്ന ടീച്ചർ, LKG B ഇന്ന ടീച്ചർ, അങ്ങനെയാണോ കാണിക്കുന്നത്? ഞാൻ എഴുതിയത് പറയാട്ടോ. KG സെഷന്റെ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ LKGക്ക് 2 ഡിവിഷനാണ് ഞാൻ കൊടുത്ത് ഡിസൈൻ ചെയ്തതിൽ, UKGക്ക് 2 ഡിവിഷൻ. അപ്പൊ 1, 2 ഡിവിഷൻസ് ഇട്ടു. A B കുഴപ്പമില്ല. 6 ടീച്ചേഴ്സ് ഉണ്ട് LKGയിലും UKGയിലും ആയിട്ട്. ടോട്ടൽ 6 ടീച്ചേഴ്സ് ആണ്. ടീച്ചർമാരെ T1, T2, T3, T4, T5, T6 എന്ന് പേര് കൊടുത്തു. എന്നിട്ട് മൺഡേ, അപ്പൊ മൺഡേ എന്ന് പറയുമ്പോൾ 4 ക്ലാസ്സുകളാണ്. 4 ക്ലാസ്സിൽ ഏതൊക്കെ ടീച്ചറാണ് മൺഡേ ഫസ്റ്റ് പീരീഡ് എന്ന് നോക്കുവാണ്. LKG 1 എൻഗേജ്ഡ് ആയിരിക്കണം, LKG 2 എൻഗേജ്ഡ് ആയിരിക്കണം, UKG 1 എൻഗേജ്ഡ് ആയിരിക്കണം, UKG 2 എൻഗേജ്ഡ് ആയിരിക്കണം. ടീച്ചർമാര് ഒരേ സമയത്ത് തന്നെ ഒരു ക്ലാസ്സിലല്ലേ പാടുള്ളൂ. അപ്പൊ ഞാൻ LKG 1 T1 ടീച്ചർ ഇട്ടു, LKG 2 T3 വന്നു, UKG 1 T4, UKG 2 T6. അപ്പൊ 2 ടീച്ചർമാർ അവിടെ ഫ്രീ ആയിട്ടിരിക്കുക, T2 T5. അഗെയിൻ സെക്കൻഡ് പീരീഡ് ആയപ്പം T2 T5 T1 T6 വന്നു. അപ്പോ T3 T4 അവിടെ ഫ്രീ ആയി. അങ്ങനെ ഇച്ചിരി പണിയായിരുന്നു. അങ്ങനെ ചെയ്തു വെച്ചു. ഞാൻ 3 ഡിവിഷനാണെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. 2 ഡിവിഷനിൽ വെച്ചിട്ട് ഞാൻ 6 ടീച്ചർമാരെ വെച്ചിട്ട് ഈ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. ഓക്കെ,
അല്ല മിസ് ഉദ്ദേശിച്ചത് അതന്നെയായിരുന്നു. കൂടുതൽ ഡിവിഷൻ വരുമ്പോ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാം അവിടെ കാണിക്കണ്ടേന്നുള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം, ടീച്ചർമാർക്ക് ബ്രേക്ക് വേണമല്ലോ. കൂടുതൽ ഡിവിഷൻ വരുമ്പോൾ 6 എന്നുള്ളത് 8 ടീച്ചേഴ്സ് ആക്കിയാലാണ് ഒരു ദിവസം ഒരു പീരീഡ് എങ്കിലും ഒരു ടീച്ചർക്ക് ഫ്രീ വരുള്ളൂ. അപ്പോ 4 അതായത് LKG 2 UKG 2 എന്നുള്ളത് LKG 3 UKG 3 ആയി. 3 6 ക്ലാസ്സസ് ആയി. 6 ക്ലാസ്സസിൽ 6 ടീച്ചേഴ്സ് മാത്രം ഉള്ളെങ്കിൽ ടൈറ്റ്ലി പാക്ഡാ. ഏതെങ്കിലും ഒരു ടീച്ചർ ലീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അപ്പൊ 6 കൂടുതൽ എത്ര ക്ലാസ് ഉണ്ട് അതിനേക്കാൾ കൂടുതൽ ടീച്ചേഴ്സ് വേണം. സോ 8 ടീച്ചേഴ്സിന് വെച്ചിട്ട് നിങ്ങൾക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. ഇത് തന്നെ ഒരു മെയ്സ് ആണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആ. പക്ഷെ രസമാണ്. നമുക്ക് ഇങ്ങനെയുള്ള ഒരു ചലഞ്ചസ് ഒക്കെ വരുമ്പോൾ അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ആഹാ, അത് ഭയങ്കരമായിരിക്കും. ഞങ്ങൾക്ക് ഒന്നും കോപ്പി ചെയ്യാൻ ഞങ്ങളുടെ മാം സമ്മതിച്ചില്ലായിരുന്നു. ഇത് തന്നെ ചെയ്യണമായിരുന്നു, തന്നെ നമ്മളെല്ലാം ഡിസൈൻ ചെയ്യണമായിരുന്നു. നിങ്ങളെ എനിക്ക് അങ്ങനെ ഒറ്റയടിക്ക് വിട്ട് കളയാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ മോഡൽസ് അയച്ചത്. ഞാൻ പറഞ്ഞു ഇത് തന്നെ എഴുതി വെക്കരുത്, നിങ്ങളുടേതായിട്ട് ഒരു ചേഞ്ചെങ്കിലും അതിൽ ചെയ്ത് വെക്കണേന്ന് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിവേ ഇതാണ് കാര്യം. അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്യാം. നമ്മുടെ ടീച്ചർമാർക്കും റെസ്റ്റ് വേണം എന്നുള്ളത് നമ്മുടെ ടൈം ടേബിളിൽ ഒന്ന് കാണിക്കും കൂടെ ആണല്ലോ. എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട്. സ്റ്റുഡൻസിന് മാത്രമല്ല, വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനും ഒക്കെ റൈറ്റ്സും അവർക്കും റിസസ് അവര് അല്ലെങ്കിൽ ടയർഡായി പോവില്ലേ. എന്നാലല്ലേ അവർക്ക് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, നല്ല റിസോഴ്സ്ഫുൾ ആവാനായിട്ട് പറ്റുള്ളൂ. സോ അതായിരുന്നു ടൈം ടേബിളിന്റെ കാര്യം. അപ്പൊ 3 ടൈം ടേബിൾ ഇതുപോലെ പടമൊക്കെ വരച്ച്, എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. പടം നമ്മൾ ടൈം ടേബിൾ ഇത് വരയ്ക്കുമ്പോൾ അത് നിങ്ങൾക്കും മനസ്സിലാവണം, നോക്കുന്ന വേറൊരാൾക്കും മനസ്സിലാവണം. അത്രേ ഉള്ളൂ ഇതിലെ കാര്യം. സോ നെക്സ്റ്റ് വൺ ചോദിക്കൂ. ഈ സ്റ്റുഡൻസ് ടൈം ടേബിളില് ഫസ്റ്റത്തെയും സെക്കൻഡ് 2 അവർ സബ്ജക്ട് എന്തെങ്കിലും കൊടുത്തിട്ട് തേർഡ് പീരീഡ് എന്തെങ്കിലും കരിക്കുലർ ആക്ടിവിറ്റീസ് അങ്ങനെ എന്തെങ്കിലും എഴുതാമോ? ഡാൻസോ അങ്ങനെ കൊടുക്കാം. അതാ നല്ലത്. KG-കാരല്ലേ ഞാൻ അത്രയ്ക്കൊന്നും അവരെ ബുദ്ധിമുട്ടിക്കുന്ന ടൈം ടേബിൾ ഉണ്ടാക്കിയെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. അവർക്ക് കംപ്ലീറ്റ് സബ്ജക്ട്സുകൾ മോർണിംഗ് ഒരു കർസീവ് റൈറ്റിംഗ് മാത്രമേ ആ ഒരു 5 ദിവസത്തിൽ വരുന്നുള്ളൂ. ഉച്ച കഴിയുമ്പോഴാണ് ഞാൻ അവർക്ക് ഡാൻസ്, മ്യൂസിക്, പ്ലേ, കളറിംഗ്. മോർണിംഗ് കുറച്ചുകൂടെ ഫ്രഷ് ആയിരിക്കാം, പക്ഷെ നമുക്ക് കൊടുക്കാം ഇൻ ബിറ്റ്വീൻ ഒരെണ്ണം, ഒരു കളറിങ്ങോ ഡാൻസോ മ്യൂസിക് അങ്ങനെ എന്തെങ്കിലും, സ്റ്റോറി ടെല്ലിങ്ങോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാമല്ലോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോഴൊത്തിരി ടൈം ടേബിൾ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, വേറെയും പലതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. സോ അതിനൊക്കെ അനുസരിച്ച് നമ്മുടെ മക്കളുടെ ഒക്കെ ടൈം ടേബിൾ നോക്കാൻ പറ്റുവാണെങ്കിൽ, റെഫർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ പ്ലീസ്. നിങ്ങൾക്ക് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ടേബിൾ വരയ്ക്കാം. ഇതിനകത്ത് നമ്മൾ എഴുതുന്നതൊന്നുമില്ല, ടേബിൾ വരയ്ക്കുക, അതിൻ്റെ ഉള്ളിൽ മാർക്ക് ചെയ്ത് വെക്കുക, ഹെഡിങ് കൊടുക്കുക, സ്റ്റുഡൻസ് ടൈം ടേബിൾ അങ്ങനെ. ഇതിന്റെ മോഡൽ ഞാൻ എന്തായാലും ക്ലാസ് റൂമിൽ ഈ അസൈൻമെന്റ് ഇടുന്നതിന്റെ ഒപ്പം തന്നെ ഇട്ടേക്കാം. ഇപ്പോ നെക്സ്റ്റ് വൺ, ഓൾമോസ്റ്റ് എല്ലാവരും ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോയതുകൊണ്ട് ഈ അസൈൻമെന്റ് എഴുതാൻ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. അടുത്തത് വിസിറ്റ് എ പ്രീ സ്കൂൾ കോമന്റ് വർക്കിംഗ് ഇൻ ഗുഡ് വേ ആൻഡ് റൈറ്റ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദാറ്റ് സ്കൂൾ. അത് നമ്മളിപ്പോ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന ആ സ്കൂളായാലും മതി, അല്ലെങ്കിൽ നമ്മുടെ മക്കള് പ്രീ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അതായാലും മതി. അത് 2 ഓപ്ഷനും ആയിട്ടില്ല. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടില്ലെങ്കിൽ വെറുതെ ഒരു പ്രീ സ്കൂള് വിസിറ്റ് ചെയ്യുക, അത് എങ്ങനെയാണ് അവിടുത്തെ ആ സ്കൂളിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് എഴുതുക. സ്കൂളിനെ പറ്റി എഴുതാന്ന് പറയുമ്പോ ആ സ്കൂൾ എങ്ങനെയാണ് പ്രവർത്തിക്കണത്, ആ സ്കൂളിൽ എത്ര ടീച്ചേഴ്സ് ഉണ്ട്, അങ്ങനെയാണോ? അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സ്കൂളിന്റെ വർക്കിംഗ് ടൈം, സ്കൂളിന് ബസ് ഉണ്ടോ, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ, സ്കൂളിന്റെ ബിൽഡിംഗ് എങ്ങനെയാണ്, അവിടെ പ്ലേ ഏരിയ ഉണ്ടോ, ഗാർഡൻ എങ്ങനെയാണ്, അങ്ങനെ എന്തെല്ലാം നമ്മൾ ആ സ്കൂളിൽ കാണുന്നുണ്ടോ നമുക്ക് അതെല്ലാം എഴുതാം. ഓക്കെ, ഒരു പ്രീ സ്കൂൾ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കണ്ടു അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, മേക്കിംഗ് FAQ. Make a list of frequently asking questions, FAQ, with answers for a newly starting school. ഒരു സ്കൂള് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലർക്കും പല ഡൗട്ട്സ് ഉണ്ടാവൂലേ. അപ്പൊ
ഫ്രീക്വന്റ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻസ് FAQ നിറയെ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ്, അതാണ് ഒരു പുതിയ സ്കൂള് തുടങ്ങുമ്പോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോ ആ സ്കൂളിന് എന്തെല്ലാം FAQs ക്വസ്റ്റ്യൻസ് എന്തെല്ലാം വരാം. വാട്ട് ഈസ് ദ ടൈമിംഗ് ഓഫ് ദ സ്കൂൾ? ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ ആൻസർ എഴുതാം. 10 AM to 3 PM. വെദർ കൺവേയൻസ് ഈസ് പ്രൊവൈഡിങ്, അതായത് യാത്രാ സൗകര്യം, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ? യെസ്. ഹൗ മെനി വർക്കിംഗ് ഡേയ്സ് പെർ വീക്ക്? 5 days per week, Monday to Friday. Is there uniforms? യൂണിഫോം ഉണ്ടോ? യെസ്. ഫ്രം വെയർ വി വിൽ ഗെറ്റ്? ഞാൻ ആദ്യമായിട്ടൊരു പുതിയ സ്കൂളിൽ എന്റെ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാൻ പോവാന്നായിരിക്കും. ഞാൻ കുറേ ഡൗട്ട്സ് അവരോട് ചോദിക്കില്ലേ, അതുപോലെ നമ്മൾ ചിന്തിച്ച് നമ്മൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടാകാം, അതാണ് നമ്മൾ FAQ ആയിട്ട് എഴുതേണ്ടത്. ഫ്രം വെയർ വി വിൽ ഗെറ്റ് യൂണിഫോംസ്? എവിടെ നിന്ന് കിട്ടും? സ്കൂൾ വിൽ പ്രൊവൈഡ് യൂണിഫോംസ് ഫോർ എവറി കിഡ്. Is there only one uniform? ഒരു യൂണിഫോം ആണുള്ളത്? No. Wednesday we have different type of uniform. Other 4 days same color uniforms which will be given in 2 pairs. 2 pair. ബാക്കി 4 ദിവസങ്ങളിലേക്കായിട്ട് 2 pair യൂണിഫോം പ്രൊവൈഡ് ചെയ്യും. വെനസ്ഡേ യൂണീക്ക് ആയിട്ടുള്ള വേറൊരു ഡിഫറെന്റ് ടൈപ്പ് യൂണിഫോം ആയിരിക്കും. മിക്ക സ്കൂളുകളിൽ അങ്ങനെ കാണാറുണ്ടല്ലോ. വാട്ട് ആർ ദ അതർ മെറ്റീരിയൽസ് ദ ചിൽഡ്രൻ ഹാവ് ടു ബ്രിങ്? കുട്ടികൾ എന്തെല്ലാം വേറെ കൊണ്ടുവരണം? ചിൽഡ്രൻ ഷുഡ് ബ്രിങ് bag, lunch, water bottle, snacks and umbrella if needed. What about textbooks and notebooks? All the books will be provided from the school itself. എല്ലാ ബുക്സും സ്കൂളിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. Is there any extracurricular activities? Yes. Dance and music. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ എഴുതാം, ഡാൻസ്, മ്യൂസിക്, യോഗ എന്നൊക്കെ പറഞ്ഞു. What is the fee structure? Fees details are given in the brochure itself. If any doubt, you can contact the telephone number given in the brochure. Is there any evaluation? Yes, weekly and monthly evaluations are there. Is there any PTA meeting? Yes, monthly there is a PTA meeting. ഇത്ര അങ്ങനെ 12 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എഴുതിയത്. ഒരു മിനിമം ഒരു 10 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ എഴുതുക. അത് പറഞ്ഞിട്ടില്ല, സ്പെസിഫൈ ചെയ്തിട്ടില്ല. ബട്ട് എന്നാലും നമ്മൾ കോമൺ ആയിട്ട് ഒരു പുതിയ സ്കൂൾ തുടങ്ങുമ്പോൾ നമ്മൾ ആസ് എ പാരന്റ് നമ്മളുടെ കുറെ കൺസേൺസ് ഉണ്ടാവുമല്ലോ, നമ്മൾ ചോദിക്കില്ലേ, അതാണ് ഈ FAQല് നിങ്ങൾ എഴുതേണ്ടത് വിത്ത് ആൻസേഴ്സ്. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? Yes, ma'am. Next, write about good preschool teachers and finding out their qualities. മിനിമം 3 പേരെ പറ്റി, നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിൽ എഴുതാം. നല്ല പ്രീ സ്കൂൾ ടീച്ചേഴ്സിനെ പറ്റിയിട്ട് എഴുതുക. അപ്പൊ ഞാൻ എഴുതിയത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയ മോണ്ടിസോറി സ്കൂളിലെ ഡയറക്ടർ ആയിരുന്ന അജി സാറിനെ കുറിച്ചായിരുന്നു ഞാൻ എഴുതിയത്. മിസ്റ്റർ അജിത് ദിവാകർ സാറിനെ കുറിച്ചായിരുന്നു ഞാൻ എഴുതിയത്. പിന്നെ എഴുതിയത് എന്റെ മോനെ LKGയിൽ പഠിപ്പിച്ചിരുന്ന ആ ഒരു ടൈമിലായിരുന്നു അവൻ LKGയിൽ പഠിപ്പിച്ചിരുന്ന ഒരു സിസ്റ്റർ ആൻഡ്രീത്ത സിസ്റ്ററിനെ കുറിച്ചായിരുന്നു എഴുതിയത്. പിന്നെ ഞാൻ എഴുതിയത് എന്നെ നഴ്സറി പഠിപ്പിച്ച കനക ടീച്ചറെ കുറിച്ചായിരുന്നു എഴുതിയത്. ഈ 3 പേരെ കുറിച്ചായിരുന്നു എഴുതുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള 3 പേരെയാണ് എഴുതേണ്ടത്, അല്ലാതെ ആരെങ്കിലും പറ്റിയല്ല കേട്ടോ. അപ്പൊ ഞാൻ അജീത് സാറിനെ പറ്റി എഴുതിയത്, even though he is the director of the school, he is doing well in the role of a preschool teacher. Sir, എന്റെ ഡയറക്ടർ ആയിരുന്നെങ്കിലും വളരെ പേഷ്യൻസും വളരെ സ്നേഹമായിരുന്നു കുട്ടികളോടും സ്റ്റാഫിനോടും ഒക്കെ. ഭയങ്കര കെയറും എല്ലായിരുന്നു. ഭയങ്കര കാം ആയിരുന്നു, പേഷ്യന്റ് ആയിരുന്നു. പ്രൊഫസറാണ് കേട്ടോ. അതായത് ഈ ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും ഒക്കെ വലിയ വലിയ യൂണിവേഴ്സിറ്റിയിൽ പോയി ക്ലാസ്സസ് എടുക്കുന്ന ഒരു പ്രൊഫസർ ആയിരുന്നു. ബട്ട് അദ്ദേഹം വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ he touches the heart of the kids. He's giving them every freedom, but all within the limits. He scientifically designed and developed his own method to teach the children. Sir, അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി മെത്തേഡ് ഡിഫറെന്റ് കൺട്രീസിലെ മെത്തേഡിന്റെ ഒരു മിക്സഡ് വേർഷൻ ആയിരുന്നു സാർ ആ സ്കൂളിൽ യൂസ് ചെയ്തത്. അല്ല, എന്താ പറയാ, കഷ്ടം തന്നെ പറയാം. ആ സ്കൂള് സ്റ്റോപ്പ് ആയി പോയി, ഇല്ല, ആ സ്കൂൾ ഇപ്പൊ വർക്കിംഗ് അല്ല. പക്ഷെ സാറിന്റെ വൈഫ് ഒരു ചൈനക്കാരിയാണ്. ഒരു മോളും ഒരു മോനും ഉണ്ട്. അവര് വൈഫും കുട്ടികളും സിംഗപ്പൂരാണ്. അവരിടയ്ക്ക് നാട്ടിൽ വരും, വിസിറ്റ് ചെയ്യും. ആ സമയത്ത് സ്കൂളിലുണ്ടാവും. കുട്ടികളുടെ വെക്കേഷൻ സമയത്ത് സ്കൂൾ ഗോയിങ് കുട്ടികളായിരുന്നു ഞാൻ കാണുന്ന സമയത്ത് 7 years back.
സാറ് സിംഗപ്പൂരിൽ അവരുടെ കൂടെ സെറ്റിൽ ചെയ്യാൻ പോകുന്ന ടൈമിൽ സാർ എന്നോട് ചോദിച്ചു സ്കൂളൊന്ന് ടേക്ക് ഓവർ ചെയ്ത് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അന്ന് അത്ര കോൺഫിഡന്റ് ആയിരുന്നില്ല. ഭയങ്കര ഒരു റെസ്പോൺസിബിലിറ്റി അല്ല, അവര് തൊട്ടടുത്തില്ല താനും, അവർ ദൂരെയല്ലേ. അങ്ങനെ എനിക്കത് അത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി എടുക്കുക എന്നുള്ളത്. പക്ഷെ ഇപ്പോഴായിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷെ ചെയ്തേനെ. ഞാൻ അന്ന് പഠിച്ചിറങ്ങിയല്ലേ ഉണ്ടായിരുന്നത്. ഒരു സമയത്ത് അതുമല്ല ഞാൻ വേറൊരു കോഴ്സിന് ജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പൊ നമുക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റിയിരുന്നില്ല. സാർ എനിക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. സ്കൂൾ ഇപ്പൊ അവിടെ ഇല്ല, അത് ക്ലോസ് ചെയ്തു. നല്ല മെറ്റീരിയൽസ് ഒക്കെ ആയിരുന്നു. അതൊക്കെ എന്ത് ചെയ്തു, സാറിന്റെ ഓൺ ലാൻഡിലായിരുന്നു, അതിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു സാറിന്റെ വീട്. അപ്പം നല്ലൊരു നിറയെ സ്ഥലമൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യൻ. നെക്സ്റ്റ് ഞാൻ മോന്റെ LKG മോനെ പഠിക്കുമ്പോൾ ക്ലാസ് ടീച്ചർ ആയിരുന്ന സിസ്റ്റർ ആൻഡ്രീത്തയെ കുറിച്ചായിരുന്നു. ഞാൻ എഴുതി, when my son was in LKG, sister Andrita was his class teacher. All the kids love her very much. She is very calm, patient and soft at heart. She is always keeping a smiling face. She is talking very softly. Kids will be around her every time. ഞാൻ പോകുമ്പോ കാണുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു ഞാൻ എഴുതിയത്. She is dealing with the parents in a well-mannered way. ചില ടീച്ചേഴ്സ് പാരന്റ്സ് വരുമ്പോ ഭയങ്കര ഇതല്ലേ, അവർക്ക് എന്തോ ഒരു പക്ഷെ സിസ്റ്റർ ഭയങ്കര നല്ല രീതിയിലായിരുന്നു പാരന്റ്സിനെ ഡീൽ ചെയ്തിരുന്നത്. She likes to teach. She is a good listener too. I think her most important quality is patience. She have love and affection to her children. Children feel secure being with her. She is also have good aesthetic sense. സിസ്റ്റർക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓരോ സ്റ്റിച്ച് ചെയ്യും അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്നെ നഴ്സറിയിൽ പഠിപ്പിച്ച കന്നഡ ടീച്ചർ. പക്ഷെ ഞാൻ അത് എഴുതുമ്പോ എനിക്കൊരു 39 years അല്ലേ. അപ്പൊ ഞാനൊരു 35 years മുമ്പുള്ള എന്റെ ടീച്ചറെ ഓർത്ത് എഴുതിയതായിരുന്നു. when I was in preschool, കന്നഡ ടീച്ചർ. I still remember her. She is very nice, good at her, soft natured. She is very calm and patient. ഞാൻ വളരെ സന്തോഷത്തോടെ പറയട്ടെ, എന്റെ കല്യാണത്തിന് ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. She is keeping always a smiling face. അവള് മാരീഡ് അല്ല, ഇപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കുക. She won't be angry anytime. ഒരിക്കൽ പോലും ടീച്ചർ ദേഷ്യപ്പെട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ചിരിച്ച് തന്നെ ഇപ്പോഴും അതെ, ആ ഒരു ചിരി കേസുണ്ട്. മേനകയെ പോലെ ഒരു മറുകും ഒക്കെ ഉണ്ട്. She is always very pleasing. She is always supporting and guiding her students. Students are very comfortable with her. She is always doing many interesting activities with the children. നമ്മൾ മേ ബി അതിനുശേഷം പല പല കാര്യങ്ങൾ പഠിച്ച ടീച്ചർമാരെയൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ടീച്ചർ ഒട്ടും മറന്നിട്ടുണ്ടായിരുന്നില്ല. നല്ലപോലെ പാടും melodious songs. She sings melodious songs for the children. Children loved her very much. That time also she find out many activities innovatively. ആ ടൈമിലും അന്നത്തെ കാലഘട്ടത്തിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് അവർ കുറെ ആക്ടിവിറ്റീസ് ചെയ്യിക്കുമായിരുന്നു. ഭയങ്കര ലവ് ആൻഡ് അഫെക്ഷൻ. കുട്ടികളെ പീഡിപ്പിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാരെയും ഈക്വൽ ആയിട്ട് തന്നെ കാണും. കാരണം ടീച്ചർ ലീവ് ആവുമ്പോ ഞങ്ങൾക്ക് അതിന് പകരം വേറൊരു ടീച്ചർ വരും കേട്ടോ. ഒരു ഭയങ്കര എന്താ പറയാ, കുട്ടികളെ വല്ലാതെ പേടിപ്പിക്കും. അവരെ കാണുമ്പോ തന്നെ കുട്ടികളെല്ലാം പേടിച്ചു വിറയ്ക്കും. അങ്ങനെ ടീച്ചർ വരാത്ത ദിവസം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഓക്കെ, അതായിരുന്നു തേർഡ് അല്ല 5th ക്വസ്റ്റ്യനിൽ വരുന്നത്. 6th one, ജനറൽ ആയിട്ട് റൈറ്റ് അബൌട്ട് ദ ക്വാളിറ്റീസ് ഓഫ് എ പ്രീ സ്കൂൾ ടീച്ചർ. നിങ്ങളിപ്പോ ഓൾമോസ്റ്റ് മോണ്ടിസോറി മെത്തേഡിലേക്ക് എത്തി. മറിയ മോണ്ടിസോറിയുടെ മെത്തേഡ് എന്താന്ന് മനസ്സിലായി. കുറെ ടീച്ചിങ് പ്രാക്ടീസിന് പോയ പ്രീ സ്കൂളിൽ പല ടീച്ചർമാരെയും കണ്ടു. പിന്നെ നിങ്ങളിൽ കുറെ ചേഞ്ചസ് വന്നു. അപ്പൊ ഒരു പ്രീ സ്കൂൾ ടീച്ചർക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് എഴുതേണ്ടത്. എഴുതാൻ പറ്റുമല്ലോ, ഈസി അല്ലേ. പോയിന്റ്സ് ആയിട്ട് ബുള്ളറ്റ് പോയിന്റ്സ് പോലെ എഴുതാം, നോ പ്രോബ്ലം. റൈറ്റ് അബൌട്ട് ദ ക്വാളിറ്റീസ് ഓഫ് എ പ്രീ സ്കൂൾ ടീച്ചർ. ഞാൻ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടല്ല എഴുതിയത്. ഞാനൊരു മൂന്നല്ല, ഞാനത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എഴുതിയിട്ട് വലിയൊരു തീരുന്നില്ലായിരുന്നോ. 1, 2, 3, 4 ഒരു 4 പേജ് ഫുള്ളും 5ാമത്തെ പേജിന്റെ ഹാഫ് വരെയും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. എവിടെ എഴുതിയെന്ന് എനിക്കിപ്പോ ഒരു വലിയ ഓർമ്മയൊന്നുമില്ല. നിങ്ങൾക്കത് ബുള്ളറ്റ് പോയിന്റ്സ് പോലെ എഴുതാം. പ്രീ സ്കൂൾ ടീച്ചേഴ്സിന്റെ
ക്വാളിറ്റീസ്. നമ്മുടെ ഇതിനകത്ത് പലപ്പോഴും മോണ്ടിസോറി ഫെസിലിറ്റേറ്ററിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു വായിച്ച് അത് വെച്ചിട്ട് എഴുതാം. കുട്ടികളെ ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യണം. പിന്നെ എന്താ പറയാ, ലവ്, അഫെക്ഷൻ, കെയറിങ്, ലിസണിങ്, ഇതൊക്കെ ഒരു ടീച്ചറുടെ ക്വാളിറ്റി ആയിട്ട് എഴുതാം. പിന്നെ റെസ്പോൺസിബിലിറ്റി, പിന്നെ വോയിസ് ക്ലാരിറ്റി, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ അവർക്ക് ക്ലിയർ ആയിരിക്കണം. വോയിസ് ക്ലാരിറ്റി, ഹൈജീൻ, അങ്ങനത്തെ കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബയോഗ്രഫീസ് ഓഫ് വേൾഡ് നോൺ ബെസ്റ്റ് ടീച്ചേഴ്സ്. ലോകം അറിഞ്ഞിട്ടുള്ള ബെസ്റ്റ് ടീച്ചേഴ്സിനെ കുറിച്ച് അവരുടെ ബയോഗ്രഫി, ഒരു ജീവചരിത്രം പോലെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ. ഗിവ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ വിത്ത് ദെയർ പിക്ചേഴ്സ്. അവരുടെ പിക്ചേഴ്സ് വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. ഞാൻ മിനിമം 5 പേഴ്സൺസ് ആണ്. യെസ്, മോണ്ടിസോറിനെ പറ്റിയൊക്കെ എഴുതാം. നമുക്ക് വേൾഡ് അറിഞ്ഞവരാണല്ലോ മറിയ മോണ്ടിസോറി. അപ്പൊ പിന്നെ ഞാനത് പറയാൻ വരുമായിരുന്നു. സൗദൂൻ അതിന് മുമ്പ് പറഞ്ഞു അതിൽ ഒരാള് നിർബന്ധമായിട്ടും മറിയ മോണ്ടിസോറി ആയിരിക്കണം. ഞാൻ എഴുതി മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ബയോഗ്രഫി എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ തന്നെയായിരുന്നു. ഒന്നാമത്തെ ആളെ ഞാൻ എഴുതിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പിക്ചർ, പിന്നെ അദ്ദേഹം അതിന്റെ പിക്ചറിന്റെ അവിടെ ആയിട്ട് നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ടാവുള്ളൂ. നമ്മൾ വേറൊന്നും എഴുതില്ല. അവിടെ നമ്മൾക്ക് അദ്ദേഹം ജനിച്ച വർഷവും മരിച്ച വർഷവും എഴുതാം. എവിടെയായിരുന്നു ജനിച്ചത്, എവിടെയായിരുന്നു മരിച്ചതെന്നും കൂടെ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഐൻസ്റ്റീനെ കുറിച്ചിട്ടൊരു ചെറിയ ഒരു പേജ് മതിയാകും. ഞാൻ ആ പിക്ചർ കഴിഞ്ഞ് എഴുതിയിട്ട് നെക്സ്റ്റ് പേജിന്റെ ഇവിടെ വരെ എഴുതി എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എഴുതാം. പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരാള് നമ്മുടെ ഹെലൻ കെല്ലറിന്റെ ടീച്ചർ അല്ലെ, ഹനി സിൽവൻ. അവരെ പറ്റി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞപ്പോഴാണ് നമ്മളന്ന് പറഞ്ഞത് അവർക്ക് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിരുന്നു. എന്നിട്ടൊരു സർജറി പ്രൊസീജിയർ ഒക്കെ ചെയ്താണ് ആ വിഷൻ അവർക്ക് തിരിച്ചു കിട്ടിയത്, അത് ഇംപ്രൂവ് ആക്കിയെടുത്തത്, ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത്. പിന്നെ ബിഫോർ ക്രൈസ്റ്റിലെ ഒരു ടീച്ചറെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്, അരിസ്റ്റോട്ടിൽ. ഒരു ഗ്രീക്ക് ഫിലോസഫർ ആണ്. ഫിലോസഫിയുടെ, വെസ്റ്റേൺ ഫിലോസഫിയുടെ ഫൗണ്ടർ അരിസ്റ്റോട്ടിൽ എന്നുള്ള അദ്ദേഹത്തിന്റെ പേരിന്റെ മീനിങ് തന്നെ ബെസ്റ്റ് പർപ്പസ് എന്നായിരുന്നു. ദെൻ ഡോക്ടർ മറിയ മോണ്ടിസോറി പറ്റി എഴുതണം. അതെന്തായാലും വേണം. ബാക്കി ആരെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ബിഫോർ ക്രൈസ്റ്റ് തന്നെയുള്ള കൺഫ്യൂഷ്യസ്, ചൈനീസ് ടീച്ചർ, എഡിറ്റർ, പൊളിറ്റീഷ്യൻ, ഫിലോസഫർ ഒക്കെ ആയിരുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി അവർ ഗ്രേറ്റ് ഡോക്ടർ ഇസ് രാധാകൃഷ്ണൻ. ദെൻ ലൂയിസ് ബ്രെയിലി, നമ്മുടെ ബ്രെയിലി ലിപി കണ്ടുപിടിച്ച ലൂയിസ് ബ്രെയിലി ഫോർ ദ ബ്ലൈൻഡ്സ്. അദ്ദേഹം ബ്ലൈൻഡ് ആയിരുന്നു. ഒരു ആക്സിഡന്റ് വന്ന് 3 വയസ്സുള്ളപ്പോ ഒരു ആക്സിഡന്റിലാണ് അദ്ദേഹത്തിന്റെ കാഴ്ച പോയത്. അദ്ദേഹം ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് എങ്ങനെ ഈ ഒരു എഡ്യൂക്കേഷനിൽ ആ ഒരു ചലഞ്ച് ഓവർകം ചെയ്യാന്നുള്ള രീതിയിലാണ് അദ്ദേഹം ചെയ്തത്. നെക്സ്റ്റ് സോക്രട്ടീസ്, ഫിലോസഫർ, ഐസക് ന്യൂട്ടൻ. 10 പേരെ പറ്റി ഞാൻ എഴുതി. നിങ്ങളോട് ഞാൻ മിനിമം 5 എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അറ്റ്ലീസ്റ്റ് 5 പേഴ്സൺസിനെ കുറിച്ച് എഴുതിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്രിയേറ്റ് യുവർ ഓൺ ഡേ ടൈം ടേബിൾ. നിങ്ങളുടെ ഒരു ഡേ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ആയിരിക്കണം, എല്ലാവർക്കും വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. അപ്പൊ ഇത് തന്നെ ചെയ്യണം. സോ മൈ ഡേ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ റെഡിയാക്കിയത് 5:30 AM ഗെറ്റിംഗ് അപ്പ് ആൻഡ് ബ്രഷിംഗ് മൈ ടീത്ത്, 5:40 AM ടേക്കിംഗ് സം വാം അപ്പ് എക്സസൈസസ്, 6 AM ടേക്കിംഗ് ബാത്ത്. അന്ന് വളരെ നല്ല കുട്ടിയായിരുന്നു, ഇപ്പോഴും ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. 6:20 AM prayer time and lightening the lamp, 6:30 AM cooking, 7 AM waking up husband and kids, 7:30 AM packing their lunch, 8 AM breakfast time for husband and kids, 8:20 AM taking kids for their bus, 8:25 AM having my breakfast, 8:40 AM cleaning house, 9 AM washing clothes, 10 AM reading, 11 AM shopping, optional, എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല. 1 PM lunch time, 1:30 PM listening to music or movie time, 3:30 PM kids will reach, 4 PM tea time, 6:20 PM prayer time. അങ്ങനെ നമ്മുടെ ഡേ ടൈമിലെ ഒരു
ടൈം ടേബിൾ എന്നുള്ള രീതിയിൽ ഇതുപോലെ നിങ്ങൾക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. നിങ്ങളുടെ ഇനിയാന്ന് വെച്ചാൽ നിങ്ങളുടെ കുറച്ചുകൂടെ നല്ലതായിരിക്കും. സോ ഡു യുവർ റൊട്ടീൻ എന്താണ് അത് ഡേയിലെ മാത്രം മതി. വേണമെങ്കിൽ സ്ലീപ്പ് രാത്രി കിടക്കാൻ പോകുന്ന വരെയുള്ള കാര്യങ്ങൾ എഴുതാം, നോ പ്രോബ്ലം. ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ അത്രയും ഭാഗം ആ ഒരു ഈവനിങ് വരെയുള്ളതും ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വാട്ട് ആർ ദ ലേണിംഗ് ആക്ടിവിറ്റീസ് യു പ്രൊവൈഡഡ് ഇൻ ദ ടീച്ചിങ് പ്രാക്ടീസ് സ്കൂൾ? ഇഫ് യു ഹാവിൻ സ്റ്റാർട്ടഡ് ഇറ്റ്, വാട്ട് ഓൾ ആക്ടിവിറ്റീസ് യു ആർ പ്ലാനിങ് ഫോർ? നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ എന്തെല്ലാം ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ് കൊടുത്തത്? ഇനി ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാത്തവരാണെങ്കിൽ എന്തെല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു കൊടുക്കാനായിട്ട്? അത് മനസ്സിലായല്ലോ. നെക്സ്റ്റ്, റൈറ്റ് അബൌട്ട് ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എൻവയോൺമെന്റ്. ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്കൂൾ എൻവയോൺമെന്റിനെ കുറിച്ച് എഴുതുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ അസൈൻമെന്റ് തന്നിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് അത്രയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അതൊന്ന് കുറച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മാം ഇത് ഓർഡറിൽ തന്നെ ചെയ്യണം നിർബന്ധമുണ്ടോ ഈ ക്വസ്റ്റ്യൻസ്? അങ്ങനെയൊന്നുമില്ല. 10 ക്വസ്റ്റ്യൻസും 10ഉം അറ്റൻഡ് ചെയ്തിരിക്കണം എന്നേ ഉള്ളൂ. മാം ഇത് ബ്രേക്ക് ആവുന്നുണ്ടല്ലോ. ഇത് A4 ചെയ്യുന്നതാണോ അതല്ല ഏതെങ്കിലും നോട്ട്ബുക്കിൽ കീപ്പ് ചെയ്യുന്നതാണോ നല്ലത് മിസ്? ഞാൻ നോട്ട്ബുക്കിൽ കീപ്പ് ചെയ്തത് കാരണം എന്ന് വെച്ചാലേ കുറെ ഇല്ലേ, നമുക്ക് ഒറ്റ അസൈൻമെന്റ് അല്ല. A4 നമുക്ക് അത്രയും പേജസ് വേണം, നമ്മൾ ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഏതാ ബൈൻഡ് ചെയ്യണ്ടേ, സ്പൈറൽ ബൈൻഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അപ്പൊ അത്രയും കോസ്റ്റ്ലിയിലേക്ക് പോകുന്നതിനുള്ള ഒരു നോട്ട്ബുക്ക് വാങ്ങുക. ഒരു 120 പേജസ് ഒക്കെ വരുന്ന ഒരു കോളേജ് നോട്ട്ബുക്ക്. വലിയ കോളേജ് നോട്ട്ബുക്ക് വേണമെന്നില്ല. എന്റെ ഒരു വലിയ കോളേജ് നോട്ട്ബുക്ക് ഉണ്ട്, സൈസ് മനസ്സിലാകാനായിട്ട് എന്ന് കാണിക്കുവാണ്. ഇത്രയും വ്യത്യാസം. അപ്പൊ ഇത്രയും വലുതിന്റെ ആവശ്യമില്ല, ഇതിന്റെ ആവശ്യം. കാരണം ഇത് തന്നെ ഞാനിപ്പോ ഇതിനകത്തൊരു 5 or 6 ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ല. ഞാൻ നോക്കി ചെയ്യാൻ പറ്റുന്ന 10 ക്വസ്റ്റ്യൻസ് ആണ് എന്റെ അസൈൻമെന്റ് ബുക്കിൽ നിന്ന് എടുത്തത്. എന്റെ അസൈൻമെന്റ് ബുക്ക് ഫുൾ അത് ലാസ്റ്റ് പേജ് വരെ എഴുതി. അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ലേ, റൈറ്റ് അബൌട്ട് ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എൻവയോൺമെന്റ്. ഞാൻ അന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്താണ് ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയ ഈ സ്കൂളിൽ നിന്നുള്ള മോണ്ടിസോറി സ്കൂളിനെ പറ്റി കാണുന്നതും. ആ പേപ്പറിൽ ഇന്ത്യൻ എക്സ്പ്രസിന്റെ സൺഡേ സപ്ലിമെന്റ് ആയിരുന്നു, അതില് ആ സ്കൂളിന്റെ പിക്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ആ റൈറ്റ് അബൌട്ട് സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ളതിൽ ഞാൻ ആ പിക്ചേഴ്സ് ഒക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ചു. ഇതാണ് സാറിന്റെ വൈഫ്, ഇത് സാറ്. ഇത് സബ്മിറ്റ് ചെയ്യണ്ടേ? ഇത് ആക്ച്വലി ഇത്രയും ക്വസ്റ്റ്യൻസ് വരുന്ന കാര്യമായത് കാരണം സബ്മിറ്റ് ചെയ്യണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതിന്റെ വാല്യുവേഷൻ ഡ്യൂറിങ് ദ ടൈം ഓഫ് വൈവേ ആയിരിക്കും. ബട്ട് സം ഓഫ് ദ ബാച്ചസ്, ചില സ്റ്റുഡൻസ് അവർക്ക് അറിയില്ലല്ലോ, മീൻസ് റെക്കോർഡ് ക്ലാസ്സിൽ കയറുന്നവര് ഇതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അവര് കുറെ പേരൊക്കെ സബ്മിറ്റ് ചെയ്തു എന്ന് ഞാൻ കേട്ടു. സാറിനോട് പറഞ്ഞപ്പോ സാർ പറഞ്ഞു ഇത്രയും ഉണ്ടാവുമല്ലോ, സോ അത് മുഴുവനും ഇത്രയും കുട്ടികൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് വാല്യൂ ചെയ്യാനും ഒക്കെ പാടായിരിക്കും. ഇപ്പൊ റിലേറ്റഡ് വിത്ത് അസൈൻമെന്റ് ബുക്ക് നമ്മൾ വൈവയുടെ ടൈമിൽ ആയിരിക്കും അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുക. വൈവേ നമുക്ക് ഓൺലൈൻ തന്നെ ആയിട്ടായിരിക്കുമോ? ആ, വൈവ ലൈവ് ആയിരിക്കും, ഓൺലൈൻ. നേരിട്ട് വരണമെന്നുണ്ടോ? നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ നേരിട്ടും ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ ഓപ്ഷൻ വെക്കാം, വരാൻ പറ്റുന്നവർ വരിക, അല്ലാത്തവർക്ക് ലൈവ് ചെയ്യാം. ഇല്ല, ഞങ്ങളൊക്കെ പാലക്കാടാ, അത്ര ദൂരമൊക്കെ വന്നിട്ട്. അതെ അതെ അതെ, വരാൻ ഇഷ്ടമുള്ളവർക്ക് വരാം, അടുത്തൊക്കെ ഉള്ളവർക്ക് വരാലോ വേണമെങ്കില്. സ്കൂളൊന്ന് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ശരിക്കും. നമ്മുടെ ഈ സ്മാർട്ട് ശ്രീയുടെ ഇത് ഒന്ന് കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു ശരിക്കും. നമുക്കപ്പോ ഫൈനൽ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് സെറിമണി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം അവിടെ വെക്കുവാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ഗ്യാദർ ചെയ്യാനായിട്ടൊന്ന് പറ്റുമായിരിക്കും. നിങ്ങൾ പ്രാക്ടിക്കൽസിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ വരൂ. കാരണം ഫസ്റ്റ് ബാച്ചുകാര് കുറെ പേരൊക്കെ വരാനായിട്ടൊക്കെ റെഡി ആയിട്ടിരിക്കും. നമ്മൾ മോഡ്യൂൾ 3 നമ്മളുടെ പ്രാക്ടിക്കൽസ് ആണ്.
മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ കാണിച്ച് ചെയ്യും. ബട്ട് നേരിട്ട് വന്നതൊന്ന് പഠിക്കണം എന്നൊരു ആഗ്രഹം അവർ പറഞ്ഞു. അപ്പോൾ അവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. സോ അതുപോലെ എല്ലാ ബാച്ചിനും ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. വരാൻ പറ്റുന്നവർ വരട്ടെ. ഓൺലൈനിൽ ഉണ്ടാവും, ബട്ട് നേരിട്ടും അങ്ങനെ പ്രൊവൈഡ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോൺവെക്കേഷൻ ടൈം ഉണ്ടല്ലോ, ടൈം അത് പിന്നെ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടല്ലേ സർട്ടിഫിക്കറ്റ്. ഇനി ബി കംഫർട്ടബിൾ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യും. എനിക്ക് 11:30 തന്നെ അടുത്ത ക്ലാസ് ഉണ്ട്. മിസ് അതെ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഇതുവരെ ട്രെയിനിങ്ങിന് പോയിട്ടില്ലേ, അപ്പൊ കോഴ്സ് കഴിഞ്ഞിട്ട് പോയി എന്നോർത്ത് കുഴപ്പമുണ്ടോ? കോഴ്സ് കഴിഞ്ഞിട്ട് പോയി എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി ഇൻ ബിറ്റ്വീൻ ദ കോഴ്സ് ആണ് ഇത് ചെയ്യേണ്ടത്, ടീച്ചിങ് പ്രാക്ടീസ്. അപ്പൊ ഞാൻ 1-2 സ്ഥലത്ത് ചോദിച്ചപ്പോ അവിടെ ട്രെയിനിങ്ങിന് കയറിയേക്കൊണ്ട് അവര് റിജക്ട് ചെയ്തു. വേറെ കുട്ടികൾ ഉള്ളതുകൊണ്ടോ? അങ്ങനെ എപ്പോഴും എടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞുകൊണ്ട്. വേറെ സ്ഥലമൊന്നുമില്ല? വേറെ ഞാൻ 1-2 സ്ഥലം മോൻ പഠിക്കണ സ്കൂളിൽ ചോദിച്ചു, പക്ഷെ അവര് എടുക്കൂല അവിടെ, അങ്ങനെ ട്രെയിനിങ്ങിന് അവിടെ അങ്ങനെ എടുക്കണില്ലെന്ന്, കുറവാന്ന്. എനിക്ക് പോവാൻ എളുപ്പത്തിലുള്ള സ്കൂളിലാണ് ഞാൻ ചോദിച്ചത്, പക്ഷെ അവിടെ 2 പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോഴും അവരങ്ങനെ തന്നെ പറഞ്ഞു. പിന്നെ വേറെ സ്ഥലം എനിക്ക് പരിചയമില്ല. വേറെ ഒന്നും കിട്ടാതിരുന്നവർ അംഗൻവാടിയിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മള് ഏത് സ്കൂളിലെ ട്രെയിനിങ്ങിന് കയറിയെന്ന് അവിടെ എഴുതേണ്ട വരില്ല. അപ്പൊ കുറച്ച് കൂടി നല്ല സ്കൂളിൽ ചെയ്യാന്ന് എഴുതിയിട്ടാണ്. അത് നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് കാണിക്കുമ്പോ ഒരു നല്ല സ്കൂൾ. അതിനു വേണ്ടിയാ മോന്റെ സ്കൂളിൽ ചോദിച്ചത്, പക്ഷെ അവര് കുറച്ച് ഇങ്ങനെ സ്റ്റാൻഡേർഡിൽ നിക്കണോണ്ട് അവര് അത് സമ്മതിച്ചില്ല. അപ്പൊ കോഴ്സ് കഴിയാന്തെങ്കിലും ജൂൺ ആവില്ലേ? നെക്സ്റ്റ് ജൂണിൽ തന്നെ. അതെ, 1 ഇയർ ആവുമ്പോ ജൂൺ ആവില്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സാമും സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി ട്രെയിനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആവില്ലേ? അപ്പൊ മാം സർട്ടിഫിക്കറ്റിൽ അപ്പൊ കമ്പൽസറി ആണോ നമ്മൾ ചെയ്ത ട്രെയിനിങ്ങിന്റെ സ്ഥലം എഴുതണമെന്ന്? സർട്ടിഫിക്കറ്റിന്റെ സ്ഥലം എഴുതണമെന്ന് ചെയ്ത സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയും. അല്ല മാം, നമ്മളിപ്പോ സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തരുമ്പോഴേ നമ്മൾ ട്രെയിനിങ്ങിന് ചെയ്തവര് അതിൽ എഴുതണമെന്ന് നിർബന്ധമുണ്ടോ? ഏത് സ്കൂളിലാണ് ചെയ്തത്? ആക്ച്വലി നമ്മൾ ചെയ്യുന്ന സ്കൂളിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടേണ്ടതാണ്. അതെ, അത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ ട്രെയിനിങ്ങിന് പോയിട്ടില്ല. അപ്പൊ ഞാൻ മാമിനോട് കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചായിരുന്നു, 2-3 ക്ലാസ് മുമ്പ്. എനിക്കൊരു കുഞ്ഞു കുട്ടിയുള്ളതുകൊണ്ട് അടുത്ത കൊല്ലാമത്തെ അവനൊരു ഡേ കെയറിൽ എവിടെയെങ്കിലും ആക്കിയിട്ട് ചെയ്യാലോ എന്ന് ഓർത്ത്. ആക്ച്വലി മോണ്ടിസോറി കോഴ്സ് നമ്മളിപ്പോ അല്ലാതെ പോയി പഠിക്കുവാണെങ്കിൽ കമ്പൽസറി ആയിട്ട് നമ്മൾ കോഴ്സിന്റെ ഇൻ ബിറ്റ്വീൻ കോഴ്സ് ഒരു ഹാഫ് ആകുമ്പോൾ, അതായത് മോണ്ടിസോറി മെത്തേഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തന്നെ അവർ പറയുന്ന ഡേറ്റിൽ തന്നെ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകണം. പക്ഷെ നമ്മൾ നിങ്ങളുടെ ഒരു കൺവീനിയൻസ്, നിങ്ങളുടെ ഒരു കംഫർട്ടബിൾ ഒക്കെ നോക്കിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രോബ്ലം ഉണ്ടാവും? ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം സാറും മാമും എല്ലാം നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും, അങ്ങനെ ഒരു എൻവയോൺമെന്റ് ആണ് എപ്പോഴും പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. മാം, നമ്മുടെ ബെഗിനിങ് അഡ്മിഷൻ ടൈമിൽ പറഞ്ഞത് ടീച്ചിങ് പ്രാക്ടീസ് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കമ്പൾസറി ആയിട്ട് നിങ്ങളോട് പറയുന്നില്ല, ആർക്ക് ചെയ്യണോ അവർക്ക് ചെയ്യാം, അങ്ങനെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സമയത്ത്. ആക്ച്വലി ഞങ്ങൾക്കൊക്കെ കമ്പൽസറി ആയിരുന്നു. ഞങ്ങൾക്ക് അതിന് 100 മാർക്സ് ഉണ്ടായിരുന്നു പ്രാക്ടിക്കൽ സെഷനിൽ. അതിന്റെ പ്രാക്ടിക്കൽ സെഷനിൽ 100 മാർക്സിൽ അതാണ് വരുന്നത്. അപ്പൊ ഈ ടീച്ചിങ് പ്രാക്ടീസ് അങ്ങനെ ഓൾറെഡി നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കമ്പൽസറി പറയാത്ത കാരണം ഞാനത് ഡിവൈഡ് ചെയ്തപ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് ആൻഡ് വൈവ് അവേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് 100 മാർക്ക് ഇട്ടിരുന്നത്. ടീച്ചിങ് പ്രാക്ടീസ് സ്കൂളിൽ നിന്ന് തരുന്ന മാർക്കിനെയാണോ 100 മാർക്ക് പറയുന്നത്? നമുക്ക് സ്കൂളിൽ നിന്ന് ഒരു ഗ്രേഡ് ഇട്ട് തരും. അതും കൺസിഡർ ചെയ്യും. വൈവ സമയത്ത് അത് മാത്രല്ല, കാരണം വെച്ചാല് കുറെ പേര് പോകുന്നില്ലല്ലോ ആ ടൈമില്. നമ്മള് അതുകൊണ്ട് അവർക്ക് വൈവ ചെയ്യുമ്പോൾ നമുക്ക് ടീച്ചിങ് പ്രാക്ടീസ് റിലേറ്റഡ് ഒന്നും ചോദിക്കാൻ പറ്റില്ല. അവരെന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ പറ്റുള്ളൂ, എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കാൻ പറ്റുള്ളൂ വൈവ ടൈമില്. അപ്പോ അതുകൊണ്ട് അതിന്റെ മാർക്ക് ഇപ്പോ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് ടീച്ചിങ് പ്രാക്ടീസ് ആൻഡ് വൈവ അവേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ വൈവയ്ക്ക് എങ്ങനെയാണോ പെർഫോം ചെയ്തത് അതിനനുസരിച്ച് അവിടെ മാർക്ക് ഇടും ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവർക്ക്. മനസ്സിലായോ? ടീച്ചിങ് പ്രാക്ടീസിന് പോയവരെന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു പ്രശ്നം വരില്ല, ഓൾറെഡി അവർ അതിന് പോയിട്ടുണ്ട്.
അപ്പൊ പോകാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അവരോടുള്ള ഒരു വിശ്വാസം, കോഴ്സ് കഴിഞ്ഞാലും ഇവരത് പോയി ചെയ്യും എന്നൊരു വിശ്വാസത്തിന്റെ പുറത്താണ് വൈവ അതിനനുസരിച്ചായിരിക്കും അവിടെ. അപ്പൊ ആ ഒരു ചേഞ്ച് എന്തായാലും കാണും, ചെയ്തവരും ചെയ്യാത്തവരും തമ്മിൽ. നമ്മൾ ആ വൈവ ടൈം ഒന്ന് ജസ്റ്റ് അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാന്നല്ല, വൈവ ഒക്കെ നിങ്ങൾ പ്ലാൻഡ് ആണോ, പ്രിപ്പയർഡ് ആണോ, നിങ്ങൾ ടീച്ചിങ്ങിന് പ്രാക്ടീസിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ അതിന് കംഫർട്ടബിൾ ആണോ എന്ന് അതാണ് വൈവയെ ചോദിക്കുക കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. നമ്മൾ കുറെ കുട്ടികളെ നമ്മൾ ഗൈഡ് ചെയ്യാൻ പോവുക. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കണം, നമ്മൾ അത്രയും ജെന്യുവിൻ ആയിരിക്കണമല്ലോ. നമുക്ക് അബദ്ധങ്ങളൊന്നും പറ്റരുത് കുട്ടികളുടെ മുമ്പിലേക്ക് പോകുമ്പോൾ. അതാണ് വൈവയിൽ ഉദ്ദേശിക്കുന്നത്. പോവാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? പോവാത്തവർക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് എന്താ നിലവില്? ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ പറ്റാത്തവർക്കോ? അതാ പറഞ്ഞേ, നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കാൻ ഞാൻ എന്താണ് അവിടെ പോയി ചെയ്യാൻ പോകുന്നത്, എന്റെ മുന്നിൽ വരുന്ന സിറ്റുവേഷൻസിന് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, വായിക്കാത്തൊരു കുട്ടിയെ ഞാൻ എങ്ങനെ വായിപ്പിക്കും, എഴുതാൻ പറ്റാത്തൊരു കുട്ടിയെ ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു വ്യക്തമായ ഒരു ക്ലാരിറ്റി, നല്ലൊരു മറുപടി ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ കഴിഞ്ഞിട്ട് പോകുന്നോണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരിക്കൂലേ? കുഴപ്പമെന്ന് പറഞ്ഞാൽ ശരിക്കും കോഴ്സിന്റെ ഒരു രീതി ഇതാണ്, ഇൻ ബിറ്റ്വീൻ ദ കോഴ്സ് ചെയ്യണം എന്നാണ് ഏതൊരു ടീച്ചിങ് ഇതിന്റെ കോഴ്സസ്. അതായത് ഇപ്പം BEd ആണെങ്കിലും TTC ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. മോണ്ടിസോറിയും അങ്ങനെ തന്നെയാണ്. ബട്ട് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ ഒരു കംഫർട്ടബിൾ കൂടെ നോക്കിയിട്ട് അങ്ങനെ ഇനിയിപ്പോ ചെന്നതിനിപ്പോ എക്സാം ഒക്കെ ഇതൊക്കെയാണെങ്കിൽ അവര് എടുക്കൂലായിരിക്കും. അതെ അതെ. പിന്നെ അടുത്ത അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജൂൺ 1 കഴിഞ്ഞ് ജൂലൈ ഒക്കെ ആവണം അവരൊന്ന് ഇതായി വരാനായിട്ട്. മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒരു കാര്യം. അതെ, നമുക്കൊരു എക്സാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. മിസ് പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു ദിവസം ലീവ് എടുത്തതാണ്, സ്കൂളിൽ പോയില്ല. അപ്പൊ നമുക്ക് എക്സാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഈ മാസം തന്നെ ഉണ്ടാവോ? എനിക്ക് ഈ ഫെബ്രുവരി മാസം 7-ാം തീയതി വരെ എങ്ങാണ്ട് അവിടെ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, എനിക്കറിയില്ല, ടൈം ടേബിൾ ഇട്ടുകൊണ്ടിരിക്കുവാന്ന് തോന്നുന്നു മാം ഒക്കെ. ഇട്ട് കഴിഞ്ഞ് കൺഫേം ചെക്ക് ചെയ്ത് ഞങ്ങളെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചതിന് ശേഷം അറിയിക്കും നിങ്ങളെ. ഈ മാസം ഐ ഡോണ്ട് തിങ്ക് സോ. എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ടൈം തരുമല്ലോ, പെട്ടെന്ന് നാളെ എക്സാം അങ്ങനെയൊന്നും പറയില്ല, ഒരാഴ്ചയെങ്കിലും തരും. മാം എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടില്ലേ, അത് എനിക്ക് വന്നേക്കുന്നത് ആകെ 11 ടെസ്റ്റ് മാത്രമേ എൻ്റെ വന്നിട്ടുള്ളൂ, എന്റെ ക്ലാസ് റൂമിൽ കിടക്കണുള്ളൂ. ബാക്കി നമുക്ക് 22 എണ്ണങ്ങാണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അയച്ചിട്ടുണ്ട്. ഞാൻ പിള്ളേരുടെ അടുത്ത് തിരക്കി, ഇപ്പൊ 22 എണ്ണം ഉണ്ട്. പക്ഷെ എനിക്ക് ആകെ 11 എണ്ണം വന്നിട്ടുള്ളൂ. ഞാൻ അതൊന്ന് ടെക്നിക്കൽ അവരോട് ചോദിച്ചു നോക്കാം, അവരാണല്ലോ അത് നോക്കുന്നത്, അവരോട് ചോദിച്ചു കേട്ടോ. ഒന്ന് ചോദിക്കണേ മാഡം, മറന്നോ വരുതട്ടാ. ഇല്ല ശരി, ഓക്കെ. ഇപ്പൊ ഞാൻ +2 കഴിഞ്ഞിട്ടാ ഇത് എടുത്തേക്കുന്നത്. ഇപ്പൊ എനിക്ക് ഡിഗ്രിക്ക് പോകണമെന്നുണ്ടെങ്കിൽ കോഴ്സ് കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുമ്പോ 4 വർഷം ഇത് ഡിലേ വരുമല്ലോ. അപ്പൊ അത് കുഴപ്പമുണ്ടോ ജോലിക്ക് കയറണേന്? 4 വർഷം കഴിഞ്ഞിട്ട് ജോലിക്ക് കയറാനോ? പ്രശ്നമൊന്നുമില്ല. അവര് ചോദിക്കും ഈ 4 years എന്ത് ചെയ്തു, നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് നമുക്ക് ഉണ്ടല്ലോ, നമ്മൾ പഠിക്കാൻ പോയതാണല്ലോ. ഇപ്പൊ വിഷയമില്ല, കുഴപ്പമൊന്നുമില്ല. എന്തായാലും പഠിക്കാൻ തീരുമാനിച്ചേക്കല്ലേ, അപ്പൊ പിന്നെ എന്തായാലും 4 വർഷം ബ്രേക്ക് ആണ്. ഓക്കെ, ഇതിന് ബാക്കി ഡൗട്ട്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ലീവ് ചെയ്യണം. ബൈ.